നോഹയ്ക്ക് 3 മക്കളും ആരൊക്കെയാണ്? ശേം, ഹാം, യാഫത്ത്. എല്ലാവരും പറഞ്ഞേ ശേം, ഹാം, യാഫത്ത്. ഒന്നുകൂടെ പറഞ്ഞേ ശേം, ഹാം, യാഫത്ത്. അവരിലൂടെ ഒരു പുനഃസൃഷ്ടി നടത്തി മുമ്പോട്ട് പോകുകയാണ്. ഇവിടെയാണ് വീണ്ടും കാണേണ്ട ഒരു കാര്യം. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം. വീണ്ടും ആ കുടുംബം അല്ലെങ്കിൽ ഭൂമി പച്ചപിടിക്കുകയാണ്, ജനങ്ങൾ മുമ്പോട്ട് പോകുകയാണ്. എല്ലാ പ്രതിസന്ധികൾക്ക് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രപഞ്ചം അതിൻ്റെ താളം വീണ്ടെടുക്കുകയാണ്. അതിങ്ങനെ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നോഹയും കുടുംബവും മുമ്പോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷേ വീണ്ടും അബദ്ധം തുടങ്ങുകയാണ്. എന്താണ് വീണ്ടും അബദ്ധം തുടങ്ങിയത്? കൃഷി ചെയ്തു. തെറ്റാണോ? അല്ല. കൃഷി ചെയ്യുന്നത് തെറ്റാണോ? ആണോ? അല്ല. ആണോ? അല്ല. അത് തന്നെയല്ല, കൃഷി ചെയ്യണം. ദൈവം 2 ജോലിയാണ് മനുഷ്യർക്ക് കൊടുത്തത്. എന്താ? ഒന്ന്, കായീൻ ആരായിരുന്നു? കൃഷിക്കാരൻ. ആബേല് ആട്ടിടയൻ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ജോലി അതാണ്. കൃഷിയും ആട് വളർത്തലുമാണ്. അത് ദൈവം ഇഷ്ടപ്പെടുന്ന തൊഴിലാണ്. ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, ഒത്തിരി അഭ്യസ്തവിദ്യരായ പിള്ളേർ, പണ്ടൊക്കെ പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഫാം നടത്തുന്നുണ്ട്. നല്ല മിടുക്കര് പിള്ളേർ, നല്ല എൻജിനീയേഴ്സ് ഒക്കെ വന്നിട്ട് വസ്തുവൊക്കെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പിള്ളേരാരെങ്കിലും അമേരിക്കയിൽ പോയി അതൊന്നും പോയെന്ന് പറഞ്ഞിട്ട് ഉള്ള വസ്തു വിൽക്കരുത്. കയ്യെ കാലെ പിടിച്ച് പറയുക, ക്രൈസ്തവരെല്ലാം വസ്തു വിറ്റിട്ട് പോവുകയാണ്, കൊടുക്കരുത്. ഇനിയുമുള്ള ഇതൊരു പ്രവചന ദൂതായിട്ട് കുറിച്ചിട്ടു. അടുത്ത ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ആവശ്യമായ വസ്തു ഭക്ഷണമായിരിക്കും. അതുകൊണ്ട് തന്നെ അന്ന് വല്ലതും കഴിക്കണമെങ്കിൽ സ്ഥലം വേണം. വിശ്വാസ സമൂഹം സ്ഥലം വിട്ട് കളയരുത്, വിലയൊക്കെ കൂടും. അവിടെ ചുമ്മാ കിടക്കട്ടെ, പുല്ല് വെച്ചിട്ടിട്ട് 2 പശുവിനെ വളർത്തിയാൽ മതി. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വസ്തു വിറ്റ് കളയുക എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. അത് ഞാൻ ഈ ചുമ്മാ അങ്ങ് വിൽക്കുക, തോന്നുന്ന വിലയ്ക്ക്. അത് നമ്മളൊരു മേടിക്കത്തുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേന് ചോദിക്കുന്ന വില കൊടുത്ത് ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വസ്തു വിറ്റ് കളയരുത്. എല്ലാം കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ 4 പശുവിനെ വളർത്താം. എൻ്റെ ഒരു സഭയിൽ ഒരു വിശ്വാസിയുണ്ട്, 10-15 പശുവുണ്ട്. എന്തോ സന്തോഷമാണെന്നറിയാം, എന്തോ രസമാണെന്നറിയാം. നമ്മുടെ ജീവൻ എന്തോ ഒരു കണ്ണിന് ഇമ്പവും കാഴ്ചയ്ക്ക് കൗതുകവും മനസ്സിന് സന്തോഷമൊക്കെ നൽകുന്ന ഒന്നാണ് കൃഷിയും പിന്നെ ആട് വളർത്തലും ഒക്കെ. ഞങ്ങളുടെ അവാർഡ് മേടിക്കുന്ന കർഷകർ ഞങ്ങളിവിടെ സഭയിലുണ്ട്. ഏതായാലും ഒരു മഹാസന്തോഷം പറയാം. ഞങ്ങളുടെ ഒരു അച്ചാനുണ്ട്, ഈ പാളത്തൊപ്പി വെച്ചേ നടക്കത്തുള്ളൂ. പോലീസ് പിടിച്ചു. എന്താണ് ഹെൽമറ്റ് ഉപയോഗിക്കാത്തത്? പുള്ളി പറഞ്ഞു, ജയ് കിസാൻ, ജയ് ജവാൻ, മേ കിസാനെ മേരാ ഹെൽമറ്റേ. അവസാനം പോലീസുകാർ പറഞ്ഞ്, എടോ മനുഷ്യ, തൻ്റെ തല പോകാതിരിക്കാൻ ഹെൽമറ്റ് വെക്കും, വാദിക്കാതെ, വഴക്കുണ്ടാക്കാതെ. പുള്ളി ഓഫീസിൽ പോയാലും പാളത്തൊപ്പി വെച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഏതായാലും ഒരു പുള്ളിയുടെ ഒരു അത്ഭുതം നടന്നു കേട്ടോ. പുള്ളിക്കാരൻ കുറച്ച് കപ്പയിട്ടപ്പം നമുക്കറിയാം, നാട്ടിലെല്ലാം ഇപ്പം കപ്പയിട്ട ആരാ കൊണ്ടുവന്നേ? പന്നിയാണ്. പന്നി കൊണ്ടുപോകും. പന്നി ഇഷ്ടം പോലെ വരികയാണ്. പന്നിയെ കൊന്ന പ്രശ്നമാണ് ഇപ്പം എന്നാലും ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനെ പന്നി കൊന്ന കേസുണ്ടോ? ഇല്ല. മനുഷ്യനെ പന്നി കൊന്ന പന്നിക്കെതിരെ കേസെടുക്കത്തില്ല. പക്ഷേ മനുഷ്യൻ തിരിച്ചു വല്ലതും ചെയ്താൽ എന്തുകൊണ്ട് കേസെടുക്കും. അതാണ് ഇവിടുത്തെ ഒരു അപകടം പിടിച്ചൊരു കാര്യം. എന്നാൽ ഓസ്ട്രേലിയയിൽ കങ്കാരു ഉണ്ട്. പക്ഷേ എല്ലാ വർഷവും അവർ ഇത്ര എണ്ണത്തെ എന്തു ചെയ്യും? ഷൂട്ട് ചെയ്യും, അല്ലേ? അമേരിക്കൻ മാനുണ്ട്, അതിനെ ഇത്ര എണ്ണത്തെ ഷൂട്ട് ചെയ്യും. കങ്കാരു ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ്. പക്ഷെ അതിനെ 10 മില്യൺ ഏതാണ്ടാണ് കൊല്ലുന്നത്. എണ്ണത്തിൽ ചിലപ്പം തെറ്റുണ്ടാകാം, എങ്കിലും എൻ്റെ ഓർമ്മയിൽ 10 മില്യനാണ് കൊല്ലുക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കങ്കാരു അവിടെ മനുഷ്യനെക്കാട്ടും കൂടുതൽ എന്തായനെ കങ്കാരുവായനെ. എന്തുകൊണ്ടാണത്? അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ നമുക്കിപ്പോഴും അങ്ങനെ ഒരു നിയമമായിട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഭാരതീയർക്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ആന ചവിട്ടിക്കൊല്ലുന്നു, പുലി പിടിച്ചുകൊണ്ട് പോകുന്നു, പന്നി കുത്തി കീറി കളയുന്നു, ഒറ്റയാൻ പന്നിയൊക്കെ. അപ്പോൾ ഈ പാവം പിടിച്ച അച്ചായന് കപ്പയിട്ട് കഴിഞ്ഞപ്പം പന്നി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വരാൻ തുടങ്ങി. പുള്ളി ഒരു കാര്യം ചെയ്ത്, എൻ്റെ പൊന്നു പ്രിയരെ, കൃഷിക്കാരനോട് ദൈവത്തിന് ഭയങ്കര കാരുണ്യമാണ്. പുള്ളി എന്നിട്ട് തോർത്ത് വിരിച്ച് ആ കപ്പക്കാലായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ കുത്തിയിരിക്കാൻ പേടിയാണ്. കാരണം ഒറ്റയാൻ പന്നി വന്നാൽ കുത്തി കീറിക്കളയും, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവേ, കൃത്യം 0.5 പ്രിൻസിപ്പാൾക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പുള്ളി മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണം അത്ഭുതം. പുള്ളിയുടെ കപ്പയ്ക്കകത്ത് കപ്പ പറിക്കാറായപ്പം പന്നി വന്നു. എന്നും പന്നി വന്നിട്ട്
പുള്ളിക്ക് പറിക്കേണ്ട കപ്പയെല്ലാം പൊക്കി വെച്ച് കൊടുത്തിട്ട് പോകും. ഒറ്റ കപ്പത്തൊട്ടില്ല പൊക്കി വെച്ചിട്ട് പോകും. അങ്ങനെ കപ്പ മൊത്തം വിറ്റു 50,000 രൂപയ്ക്ക് 5,000 രൂപ എനിക്കും തന്നു, സഭയ്ക്ക് തന്നു. സന്തോഷം. ഏതായാലും കൃഷി ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരും എന്ത് കളയരുത്, തോട്ടങ്ങൾ വിറ്റ് കളയരുത്. പിള്ളേരൊക്കെ കനഡയൊക്കെ പൊക്കോട്ട് തോട്ടം വിൽക്കരുത്. നാളെ പറ്റില്ല, ഇങ്ങനെ മിക്കവാറും വരും. ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. വരുമ്പം 4 കപ്പയുണ്ടെങ്കിൽ കപ്പ കഴിക്കാം. എന്നാലും കപ്പ ഡയബറ്റിക്കാന്നൊക്കെ പറഞ്ഞാലും കപ്പ കണ്ടാൽ നമ്മൾ വിടുമോ? ഇല്ല. ഇപ്പോൾ കപ്പ കണ്ടാൽ നമ്മൾ വിടത്തില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കപ്പ തിന്നുന്നുണ്ടാണ് പ്രശ്നം. ഇച്ചിരി കപ്പ തിന്നാം, കാർബോ ശകലം വേണം. പണ്ടൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു ഡയറ്റ്. കപ്പയും ചാളയുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? കപ്പയും മത്തിപ്പീര. എന്താണെന്നറിയാം? മത്തി ഫോളിക് ആസിഡ്, പ്രോട്ടീൻ എല്ലാം ഉണ്ട്. കപ്പ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നല്ലപോലെ വെച്ച് വിളമ്പുമ്പോൾ വെന്ത് ഊറ്റുമ്പോൾ അതിനകത്തെ കാർബോയും പോവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയൊക്കെയാണ് അവർ കഴിച്ചത്. കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം നോക്കിയോ, കൃഷി ഏതായാലും നോഹയും കൂട്ടരും പിന്നെയും പുറത്തിറങ്ങി കൃഷി നട്ടു. കുറ്റമുണ്ടോ? ഇല്ല. അവർ മുന്തിരി നട്ടു. കുഴപ്പമുണ്ടോ? ഇല്ല. തമ്പുരാൻ പറഞ്ഞോ? വാറ്റാൻ പറഞ്ഞോ? മുന്തിരി വാറ്റാൻ പറഞ്ഞോ? ഇല്ല. പറയാത്ത കാര്യം ചെയ്യരുത്. പറയാത്ത കാര്യം ചെയ്തു. ഇവരെന്തോ തുടങ്ങി? വാറ്റ് തുടങ്ങി, വെള്ളമടി തുടങ്ങി. ഇതാണ് പലപ്പോഴും. അടി തെറ്റിയാൽ ആര് വീഴും? ആനയും വീഴും. ഇന്ന് മനുഷ്യൻ്റെ ഒരു ട്രെൻഡാണ് സോഷ്യൽ ഡ്രിങ്കിങ്. സമൂഹമേ, എത്ര കുഞ്ഞുങ്ങൾ എന്നോട് ബാധിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞങ്ങൾ കുടിക്കുന്നത് പാസ്റ്റർ പറയുന്ന പോലെ കുടിയന്മാരൊന്നും അല്ല. ഞങ്ങളുടെ ക്യാമ്പിന് അല്ലെങ്കിൽ അവരുടെ ഈ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ, കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ അവരൊന്നിച്ചൊക്കെ പോകുമ്പോൾ എന്ത് വിളമ്പും? മദ്യം വിളമ്പും. അപ്പം വിളമ്പിയിൽ കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് ഉഗാണ്ടേന്ന് വന്നതെന്ന് അവർ നോക്കും. അതുകൊണ്ട് ഒരു ശക്കലം എടുത്തിട്ട് പാസ്റ്ററെ ഞങ്ങൾ അതിനകത്തോട്ട് ഒത്തിരി ഐസ് ഇട്ടിട്ട് പെതുക്കെയൊക്കെ സിപ്പൊക്കെ ചെയ്ത് ആ കൂട്ടത്തിൽ അങ്ങ് ജോയിൻ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, വെള്ളമടിച്ച നോഹയുടെ തുണിയില്ലാതെ പിള്ളേർ കിടന്നു എന്ന് പറഞ്ഞാൽ കിളവനെ ഏതാണ്ടല്ലോ അബദ്ധം കാണിച്ചു. അതുകൊണ്ടാണ് ഇയാളെ കണ്ടത്. ആര് കണ്ടു? പിള്ളേർ കണ്ടു. ഒറ്റ കാര്യ, എന്തോ അടിച്ചു? വെള്ളം അടിച്ചു. ഈ ഇടയ്ക്കൊരു പരസ്യം കണ്ടു. ബോൺ അഗെയിൻ പെൻഡക്കോസ്റ്റ്. എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞതാ, ഒക്കേഷണലി ഡ്രിങ്ക് സീക്കിംഗ് പാർട്ട്ണർ. ഏതായാലും ഒക്കേഷണലി ഡ്രിങ്കിങ് പെണ്ണും ഉണ്ടായിരുന്നു, കല്യാണം നടന്നു. ഒക്കേഷണലി ഡ്രിങ്കിങ് ഫാഷനായിട്ടൊക്കെ മാറുക. ഓർത്തോണേ, നോഹയ്ക്ക് പറ്റിയതാ. ആട്ടി തെറ്റിയ ആര് വീഴും? ആനയും വീഴും. തൊട്ടു പോകരുതെന്നുള്ളതാണ് ഏത് കൾച്ചറിലും ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മദ്യത്തെ എതിർക്കുകയും പുകവലിയെ കർശനമായി നിരോധിക്കുകയും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അനുവദിക്കത്തില്ലായിരുന്നു? കർത്തൃമേശ അനുവദിക്കത്തില്ലായിരുന്നു. ഉണ്ടോ? ഇല്ല. ഓർത്തോണേ, നമ്മുടെ സമൂഹത്തെ ഏറ്റവും വലിയ നിയമങ്ങളിലൊന്നായിരുന്നത് അത് ഭയവുമായിരുന്നു. പക്ഷേ ഇന്ന് എവിടെയൊക്കെയോ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാനുള്ള സമയമാണ്. നോഹ നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ വാറ്റി കുടിച്ചതോടുകൂടി പുള്ളി വീണുപോയപ്പം വേണ്ടാത്ത രീതിയിൽ ആര് കണ്ടു? പിള്ളേർ കണ്ടു. ഇതാണ് ഗതികേട്. മദ്യം തുടക്കം നല്ലതായിരിക്കാം, ഒരു രസമായിരിക്കാം, ഒടുവിൽ അത് സർപ്പം പോലെ എന്തു ചെയ്യും? കൊത്തും, അല്ലേ? അതുകൊണ്ടാണ് നീ അത് നൊരഞ്ഞ് പൊന്തുന്നത് നോക്കുപോലും ചെയ്യരുന്നാണ് ജ്ഞാനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു. പുതിയ തലമുറയിൽ മദ്യത്തിൻ്റെ ഉപയോഗം കുറയുകയും മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഇന്നും പിടിച്ചു കോട്ടയത്ത് മിൽമ കവറിനകത്തിട്ട് പാല് പോലെ അങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ദമ്പതികളെ, ഭാര്യയും ഭർത്താവും കൂടെ വിൽക്കാൻ ഇറങ്ങിയേക്കുക. എങ്ങോട്ട് പോകുക ഈ ലോകം? കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവമേ രക്ഷിക്കണേ. ഓശന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കണേ കർത്താവേ. അടിയന്തരമായി രക്ഷ ആവശ്യമുണ്ട്. നമുക്കും അടിയന്തരമായി രക്ഷ ആവശ്യമുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ. നോഹ 9-ാം അധ്യായത്തിൽ വാറ്റി അല്ലേ? മുന്തിരി കൊണ്ട് എന്തുണ്ടാക്കി? അവൻ അതിൻ്റെ വീഞ്ഞ് കുടിച്ചു. മുന്തിരി കൊണ്ട് വീഞ്ഞുണ്ടാക്കി, ലഹരി പിടിച്ചു, വസ്ത്രം നീങ്ങി കിടന്നു. അത് ആര് കണ്ടു? കനാന്റെ പിതാവായ ഹാം കണ്ടു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു അല്ലേ? അവിടെ അപ്പോൾ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആരൊക്കെയാ? ഷേമും യാഫേത്തും അല്ലേ? ഷേമും യാഫേത്തും.
ഒരു വസ്ത്രം എടുത്തു, ആ, ഇരുവരുടെയും തോളിലിട്ടു. ഓ, എന്നിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത എന്ത് മറച്ചു. ചെയ്തു? വിമുഖരായി ചെന്നു. ഇരുവരും എന്ത് ചെയ്തു? തോളിലിട്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇരുവരും എന്ത് ചെയ്തു? തോളിലിട്ടു. അവിടെ മൂന്ന് മക്കളാണ്, ശേം, ഹാം, യാഫേത്ത്. ഈ നരവംശ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ മൂന്ന് കൂട്ടരിൽ നിന്നാണ് പിന്നെ ഭൂമിയിലെങ്ങും കുടിയിരിപ്പാൻ വേണ്ടി ദൈവം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. ശേമും ഹാമും യാഫേത്തിൽ നിന്ന് അവർ മൂന്ന് ഉപവിഭാഗങ്ങളായി പിരിയുകയാണ്. അപ്പോൾ അതിൽ ഒരുത്തൻ കനാന്റെ അപ്പൻ ആരാണ്? ഹാമ്. ഹാമിനെ കുറിച്ച് നാം അവിടെ കാണുന്നു. അങ്ങനെ ഹാമ് ഇത് കണ്ടിട്ട് ആരോട് ചെന്ന് പറഞ്ഞു? സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. കനാൻ അതിൻ്റെ ഹാമിനത് മറയ്ക്കാമായിരുന്നു, പക്ഷെ അവനത് മറയ്ക്കാതെ എന്നിട്ട് ആരോട് പറഞ്ഞു? ചേട്ടന്മാരോട് പറഞ്ഞു. ഇവിടെയാണ് ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമുക്ക് ചില നിബന്ധനകൾ. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു വഴി എന്നൊക്കെ പറയുക. എപ്പോഴും കുറേ പ്രിൻസിപ്പിൾസ് വേദപുസ്തകത്തിൽ കാണാം. വചനം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ എങ്ങനെ അറിയിക്കണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. അടുത്ത വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശിൽ കാക്കും. അപ്പോൾ അവിടെ കണ്ടീഷനാണ്, നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അങ്ങനെ പലവിധമായ കണ്ടീഷൻസ് എപ്പോഴും കാണുന്നുണ്ട്. ഇവിടെ ശേമും യാഫത്തും അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെ അവർ ചെയ്ത ഒരു കാര്യം ദൈവമക്കൾ എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവർ എന്ത് ചെയ്തു എന്നാണ് അവിടെ കാണുക? ഒന്ന് നോക്കിക്കേ, എല്ലാവരും ഒന്ന് വായിച്ച് ഉറങ്ങരുതേ. ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് ഇരുവരുടെയും തോളിലിട്ടിട്ട് അവരെന്ത് ചെയ്തു? പിതാവിന്റെ നഗ്നത മറച്ചു. ഇരുവരുടെയും തോളിലിട്ടു. ഒന്നുകൂടെ വായിച്ചേ. അവർ ഇരുവരും എന്ത് ചെയ്തു? ഒരു വസ്ത്രം എടുത്തു, ഇരുവരുടെയും എന്ത് ചെയ്തു? തോളിലിട്ടു. അത് ഇതോട്ടെ, ഞാൻ മാറ്റാം. ഇരുവരുടെ എന്ത് ചെയ്തു? തോളിലിട്ടു. എന്തായിരിക്കും അത്? തോളിലിട്ട് അടുത്തൊരു വാക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? വിമുഖരായി ചെന്നിട്ട് പിതാവിന്റെ നഗ്നത മറച്ചു. ഒന്നുകൂടെ പറഞ്ഞ്, ഇരുവരുടെയും തോളിലിട്ടിട്ട് എന്ത് ചെയ്തു? വിമുഖരായി ചെന്നു. ഇരുവരുടെയും തോളിച്ച് മനക്ക ചുന്നിയം തരാം. എന്റെ പേരെന്താ? ഷാള്. താങ്ക്സ്. ഇരുവരുടെയും എന്ത് ചെയ്തു? തോളിലിട്ടിട്ട് അവരെന്ത് ചെയ്തു? വിമുഖരായി ചെന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ തോളിലിട്ടു. ടിബിനെ, അവരെ ഇരുവരുടെയും തോളിലിട്ടിട്ട് അവര് എന്ത് ചെയ്തു? വിമുഖരായിട്ട് ചെന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഇങ്ങോട്ട് തിരിഞ്ഞു ചെന്നു. ഇങ്ങനെ, അങ്ങനെ തന്നെ. ഞാൻ നിൽക്കുന്ന പോലെ അങ്ങോട്ട് തിരിഞ്ഞു. എൻ്റെ ലൈൻ. അവരെങ്ങനെ നടന്നു എന്നത്? വിമുഖരായി പുറമോട്ട് നടന്നു. വീടല്ലേ, പുറമോട്ട് അവർ നടന്ന് അപ്പൻ്റെ അടുത്ത് എന്നിട്ട് അവര് ആ വസ്ത്രം ആരുടെ ദേഹത്തിട്ടു? അപ്പൻ്റെ ദേഹത്തോട്ടിട്ടു. അവര് അപ്പൻ്റെ നഗ്നത എന്ത് ചെയ്തില്ല? കണ്ടില്ല. കുഞ്ഞിൻ്റെ കണ്ടോ? ഇല്ല. കണ്ടില്ലെന്ന് തന്നെയല്ല, ആരും കാണാൻ ഇടയാക്കാതെ അവർ മറയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. ചിലർക്ക് വല്ലവരുടെയും കുറവ് കണ്ട 10 പേരോട് പറഞ്ഞില്ലേ എന്തോ ഒരു സങ്കടമാണെന്നറിയാം. എന്നിട്ട് നമ്മളൊരു കണ്ടീഷനോട് വെക്കും, ആരോടും എന്ത് ചെയ്യരുത്. സന്തോഷമായി. താങ്ക് യു. ആരോടും പറയരുതെന്നുള്ളൊരു കണ്ടീഷനോട് വെക്കും. അങ്ങനെ 10 പേരോട് പറയും. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ ഒരു സഹോദരനെ ഞങ്ങൾ പിടിച്ച് കേട്ടോ, ചോദ്യം ചെയ്യപ്പോൾ ആ പുള്ളി തുറന്ന് സംഭവിച്ചു. ഇങ്ങനെ ഒരു കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല, എനിക്കൊരു സന്തോഷമാണ്. പുള്ളി തുറന്ന് അവസാനം സമ്മതിച്ചു. അതെൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ബലഹീനത. എനിക്ക് അന്നേരം ഒരു സന്തോഷം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മാനസികാവസ്ഥയായിരിക്കാം. പക്ഷേ ഇവിടെ അവർ വിമുഖരായിട്ട് ചെന്നിട്ട് അവരുടെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. എല്ലാവരും പറഞ്ഞ്, നഗ്നത എന്ത് ചെയ്തു? മറച്ചു. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ നഗ്നത മറച്ചു. ഇന്ന് ചിലരുടെ ഒരു രീതിയാണ്, എന്തോ കിട്ടിയാലും അത് ഷെയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ 4 കമൻ്റ് എഴുതി എന്തോ അസഭ്യമൊക്കെ എഴുന്നറിയാം. നേരിട്ട് വിളിക്കാൻ ധൈര്യമുണ്ടോ? അതിനാണ്
ഏതെങ്കിലും ഒരു പേരിൽ അതിൻ്റെ അടിയിലൊക്കെ കയറി കമൻറ്റ് ചെയ്യുക, എന്തോ ഭാഷയൊക്കെ എഴുതുക. ഇങ്ങനെയൊക്കെ സൈബർ ബോർഡുകളിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഓർത്തോണേ, തമ്പുരാൻ നമ്മളെ വിളിച്ചേക്കുന്നത് 10 പേരുടെ നഗ്നത വെളിവാക്കാനല്ല. അവരവിടെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. ഒന്ന് സ്തുതിക്കാമെങ്കിൽ എല്ലാവരും സ്തുതിച്ചേ. നഗ്നത മറച്ചു, വിമുക്തരായി. ഈ അപ്പൻ്റെ നഗ്നത ആരും കാണണ്ട. ഒരു പക്ഷേ നാളെ ഈ അപ്പൻ്റെ നഗ്നതയുടെ ഫോട്ടോ എടുത്ത് വെച്ചാൽ വേണേൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് വസ്തു എഴുതി മേടിക്കാം. അല്ലെങ്കിൽ പുള്ളി കൂടുതൽ കളിക്കുമ്പോൾ പറയാം, എടോ താൻ കൂടുതൽ കളിക്കരുത്, എൻ്റെ ഇരിപ്പുണ്ട്. ഒത്തിരി പേരുടെ കയ്യിലും പലരുടെയും ഫോട്ടോയും സാധനം ഇരിപ്പുണ്ട്, കളിക്കരുത് കേട്ടോ, കളിക്കരുത്. ഇതെല്ലാം ഞാൻ എൻ്റെ കയ്യിലുണ്ടെന്ന് വലിയ വേറെ സംഭവമാണ്. ഇപ്പം മനുഷ്യനോട് വിശ്വസിച്ച് വർത്തമാനം പറയാനൊക്കൂ? വർത്തമാനം പറയുന്നതല്ല എന്തോ ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഒരു കാര്യം ഉറപ്പാക്കി, ഒറ്റ മനുഷ്യനോട് 2 വർത്തമാനം പറയണമെങ്കിൽ ഫോണിൽ കൂടെ പറയരുത്, ഉറപ്പാക്കണം. അവൻ്റെ കൈ ഫോണില്ലെന്ന് പറഞ്ഞിട്ട് ആരും ഇല്ലാത്തടത്ത് വെച്ച് വല്ലതും പറയാവും. അല്ലെങ്കിൽ അവൻ റെക്കോർഡ് ചെയ്യും, 8ൻ്റെ പണിയും കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. കാരണം എല്ലാവരും അങ്ങ് റെക്കോർഡാണ്. എനിക്ക് ഈയിടയ്ക്ക് ഒരു കുഞ്ഞ് എന്നോട് സങ്കടം പറയുകയാണ്. അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവർ മിണ്ടുന്ന എല്ലാം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ ആ പിള്ളേരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഇരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യം സംസാരിക്കും, അതെല്ലാം റെക്കോർഡ് ചെയ്യും. ഇവൻ്റെ ഫോൺ ഇങ്ങനെ ഓണാക്കിയിട്ടേക്ക് വന്നു. ഇവൻ എന്ത് മാനസിക എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. എൻ്റെ പൊന്ന് പ്രിയരെ ഓർത്തോണേ, ഇത് അപകടം പിടിച്ചൊരു പണിയാണ്. അവരെൻ്റെ കുറവുകൾ മറ്റൊരാളോട് പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അവരെൻ്റെ കുറവുകളെ വെളിവാക്കി ആഘോഷമാക്കാനുമല്ല. അതിൻ്റെ അർത്ഥം തെറ്റുകൾ തിരുത്തരുതെന്നാണോ? അല്ല, തെറ്റുകൾ തിരുത്തരുന്നല്ല അതിൻ്റെ അർത്ഥം. തെറ്റുകൾ തിരുത്തുന്നതും മറ്റവനെ ഇല്ലാതാക്കാൻ വേണ്ടി സൈബർ ഭിത്തികളിൽ എഴുതി പിടിപ്പിക്കുന്നതും ഒന്നും രണ്ടും രണ്ടാണ്. ഇവിടെ കാണുകയാണ്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ചർച്ചിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഒരു പക്ഷേ അബദ്ധത്തിൽ ഒരു വെക്കുകയോ ഒരു എന്തൊക്കെയൊക്കെ ഉണ്ട്, ഇത് എടുത്ത് ഇടുന്നത് അപ്പുറത്തെ കൊച്ചേട്ടനോ ഇപ്പുറത്തെ അണ്ണനോ ആണോ? അവിടുത്തെ വിശ്വാസിയാണോ? കർത്താവിൻ്റെ ന്യായവിധി സിംഹാസനത്തിൽ ഈ ഉന്തിയോനെക്കാട്ടിലും അടി കിട്ടാൻ പോകുന്നത് ഇത് പ്രചരിപ്പിച്ചവനാണ്. ഉന്തിയോൻ തള്ളിയോണ്ട് ഒരു ക്ഷിപ്രകോപത്തിൽ സംഭവിച്ചു. അവൻ പോയി കെട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ കാലെ കിടന്നിട്ട് പറയും, കർത്താവെ BP കൂടിയതാ, പൊറുക്കണേ കർത്താവ് എന്ന് പറയുമ്പം തമ്പുരാൻ പൊറുക്കും. പക്ഷേ ഈ ഫോട്ടോ എടുത്ത് വിട്ടവനെയും വിട്ടവൻ്റെ പിള്ളേരെയും അവരുടെ പിള്ളേരെയും തമ്പുരാൻ എവിടെങ്കിലും ഇട്ട് പൂട്ടും. അത് ഉറപ്പാ പ്രിയരെ, ഉറപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ ഒരു ദൈവദാസന് ഒരു സംഭവം പറഞ്ഞു, ഇത് ലൈവ് പോകാമെന്നറിയാം. പക്ഷെ അദ്ദേഹം അത് പരസ്യമായിട്ട് ലൈവുള്ള ഞങ്ങളുടെ ഒരു യൂത്ത് ക്യാമ്പിൽ പരസ്യമായി പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു ദൈവദാസൻ, അദ്ദേഹം അത് ഇറ്റ് ഈസ് പബ്ലിക്കലി, അദ്ദേഹം അത് എന്താണ് പബ്ലിക്കലി പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പിള്ളേർ വളർന്നിട്ടുണ്ട്, ഒത്തിരി ദൈവദാസന്മാർ. ഒരു സമയത്ത് എൻ്റെ അപ്പയും അമ്മയും ഉള്ളപ്പം വീട്ടിൽ തന്നെ താമസിച്ചും വളർന്നും ഒക്കെ ഒത്തിരി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒരു സഹോദരൻ, അവിടെ അന്ന് ഒത്തിരി ചെറു സെറ്റുണ്ട്, ഒരു 10-19 വയസ്സിൽ ഒരു ചെറു സെറ്റുകൾ, അവർ സന്തോഷമായിട്ട് ഒന്നിച്ചൊരു കുടുംബം പോലെ ജീവിച്ച ഒരു കാലം. അപ്പോൾ അതിനകത്ത് ഒരു പയ്യന് സുവിശേഷകനായി കർത്തൻ്റെ ദാസനായി ഒരു സഭയിൽ ചെന്ന് അവിടെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുക. അദ്ദേഹം ഇത് പരസ്യമായിട്ട് ക്യാമ്പിൽ പറഞ്ഞ കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം അത് ലൈവുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ സംഭവം അവിടെ വെച്ച് അവരുടെ കൂട്ടുകാരൻ ഒരാളുടെ കല്യാണം റാന്നി നടക്കുക. അപ്പോൾ ആ സഭയിലെ ഒരു കൊച്ചിൻ്റെ കല്യാണം ഉറപ്പ് നടക്കുക. സ്വാഭാവികമായിട്ടും പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? പറ, വിശ്വാസികൾ പറ, നിങ്ങൾ വെറുതെ വിടുവോ? പാസ്റ്റർ എന്ന നിലയിൽ എവിടെ പോകണം? കല്യാണ ഉറപ്പിന് പോകണം. പോണ്ടേ? പുള്ളിക്ക് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വരണം. അതിന് പുള്ളി എന്ത് ചെയ്തു? റാന്നി വന്നിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു അതിരുതർക്കം ഉണ്ടായി, അവർ RSSകാരാണ്. RSSകാരെല്ലാം നല്ല മനുഷ്യർ കേട്ടോ, അവർ ചുമ്മാ വഴക്കിനൊന്നും വരത്തില്ല. എത്രയോ നല്ല RSSകാരുമായിട്ട് എനിക്ക് നല്ല ഹൃദ്യമായ സൗഹൃദമുണ്ട്. അപ്പോൾ അവരെല്ലാം RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അവരുമായിട്ട് ഞങ്ങൾ വഴക്കാണ്. അതുകൊണ്ട് എനിക്ക് നാളെ വരാനൊക്കത്തില്ല, ഇവിടെ വില്ലേജ് ഓഫീസറൊക്കെ വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ടപ്പോൾ അവരെല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ്. അവർ കല്യാണം ഒരു തരത്തിൽ നിർത്തി ഒരു 3-4 ജീപ്പ് പിടിച്ച് അവിടുത്തെ DYFകാരെയും കൂട്ടുകാരെയും എല്ലാം കൂട്ടി നേരെ വെച്ച് പിടിച്ച് റാന്നി വന്നു. പാസ്റ്ററുടെ വീട്ടിൽ ആരടാ വഴക്കുണ്ടാക്കുന്നേ? അവർ സ്നേഹം കൊണ്ട് ചെയ്ത. വന്നപ്പോൾ ഉണ്ടല്ലോ, അവരുടെ ഈ പാസ്റ്ററുടെ അമ്മയേ ഉള്ളൂ. അമ്മയോട് ചോദിച്ചു, ഇവിടെ അതിര് തർക്കം? അതിന് ഇവിടെ അതിര് തർക്കം ഇല്ല, ഇവിടെ RSSകാർ, ഇവിടെ RSSകാരൊക്കെ ഉണ്ട്, പക്ഷേ നല്ല മനുഷ്യരാണ്.
ഞങ്ങളുണ്ടാക്കുന്ന പ്രശ്നമുള്ളൂ, അവർക്കുമായിട്ട് ഒരു പ്രശ്നമില്ല. സ്നേഹമുള്ളവരാ. എന്തോ സ്നേഹമാണ്. അന്നേരം അവർ പറഞ്ഞു, മോനിങ്ങനെ പറഞ്ഞു, അമ്മ എടുത്ത് വായി പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ മോനാന്നേലും പറയാം, നട്ടാ കിളുക്കാത്ത കള്ളവേ പറയത്തുള്ളൂ. തീർന്നോ? പറ, തീർന്നോ? തീർന്നോ? ഇവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. സെൻട്രൽ പാസ്റ്റർ ഈ കാര്യമെല്ലാം കേട്ടിട്ട് ഏതായാലും വളരെ തന്മയത്വത്തോടെ എൻ്റെ അമ്മ അവർക്ക് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി കൊടുത്തു. അവരെ ഒന്ന് തണുപ്പിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാം കേട്ട് അവസാനം അവരുടെ ഒരു മൂപ്പനോട് അപ്പയച്ച്, കാര്യമൊക്കെ ശരി, അവിടെ നിന്ന് തൻ്റെ കുഞ്ഞാണെങ്കിൽ നമ്മളെന്തോ ചെയ്യും? അവന് 10-19 വയസ്സേ ഉള്ളൂ, കൊച്ചു ചെറുക്കനാ, ഒരു 20 വയസ്സ് താഴെ ഉള്ളൂ, ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഉള്ളൂ, എന്തോ ചെയ്യും? അദ്ദേഹം അങ്ങ് കരഞ്ഞു, എൻ്റെ കുഞ്ഞാണെങ്കിൽ എന്തോ ചെയ്യും? അവന് കൊച്ചനല്ലേ, നമുക്ക് ശരിയാക്കാം. അപ്പോൾ അവൻ കുഞ്ഞിനെ വിളിച്ച്, അടങ്ങി വന്നേ, എൻ്റെ അച്ഛൻ ഞാൻ വരത്തില്ല, അച്ഛൻ എന്നെ തല്ലും, അവരും എന്നെ തല്ലും, ഞാൻ ഇനി ആ വഴിക്ക് എനിക്ക് ശുശ്രൂഷയും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അച്ഛൻ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാൻ ആ വഴിക്ക് പോകത്തില്ല. അപ്പോൾ പറഞ്ഞ ഒക്കത്തില്ല. ആ കൊച്ചനെ വിളിച്ചോണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അടുത്ത ആഴ്ച അവിടെ പോയി കത്രിമേശ എടുത്ത് ചുംബനം കൊടുത്ത് തീർന്നു. ഇന്ന് ആ ദൈവദാസൻ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹം പറയും, അന്ന് അത് മറച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു ശുശ്രൂഷനല്ല, ഒരു ക്രിമിനൽ രൂപപ്പെട്ടേനെ. എൻ്റെ ദൈവം വിളിച്ചേക്കുന്നത് വെളിവാക്കി ഒതുക്കി തകർക്കാനല്ല, മറച്ച് അനേകരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുള്ളവരോട് ഞാൻ പറയുക, മറ്റൊരു കുഞ്ഞിൻ്റെ ദോഷം ആരോടും പറയല്ലേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊരു കുഞ്ഞിൻ്റെ കുറവ് വെളിവാക്കുമ്പോൾ എൻ്റെ കുഞ്ഞോ കൊച്ചുമക്കളോ ഓൾ റൈറ്റാണ്, അവർക്കൊരു കുഴപ്പവും പറ്റത്തില്ലെന്ന് തൻ്റെ ഇടം ഉള്ളവരൊന്ന് കൈപൊക്കിക്കുക. ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട്, ഞാൻ വളർത്തുന്ന ചൊല്ലും ചോരും കൊടുത്ത്, എന്താ എങ്ങനെ ചൊല്ലും ചോറും കൊടുത്ത് ഞാനങ്ങനെ അടക്കം ഒതുക്കം, എങ്ങനെ അടക്കം, അത് പെൺപിള്ളേർക്ക് വേണം കേട്ടോ. എന്താണ്? നല്ലൊരു ഒരു സഹോദരിയെ ഞാൻ കണ്ടേ, നല്ല സഹോദരിയാണ്, എറണാകുളത്താണ്. ആ ചേച്ചിയുടെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമുക്കൊരു ഇഷ്ടം തോന്നും, നല്ല ക്വാളിറ്റിയാണ്, ഒരു സീനിയർ ചേച്ചിയാണ്. അപ്പം ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനെന്തോ പറഞ്ഞു, ചേച്ചിയുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ചൊക്കെ ഭയങ്കര ഒരു അപ്രീഷിയേറ്റബിളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ആയെന്നറിയാമോ? ഇല്ല. ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ പെമ്മക്കളെ വിളിച്ചിട്ട് പറയും, അവർ 2 പെമ്മക്കളെ ഏതാണ്ട്, ഇങ്ങി വന്നേ പെമ്മക്കളെ, ഇങ്ങി വന്നേ, ഇയാൾ വന്നേ. സ്കൂളിൽ പോകുമ്പോൾ എന്നും പറഞ്ഞു വിടും, ആ ഓ ആ പൊയ്ക്കണം പറയും. വരുമ്പോഴും പറയും ആ ഓ ആ. പെൺപിള്ളേരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. എടാ കൈപൊക്കാം, പെൺപിള്ളേർ ഉറപ്പല്ലേ? അതുകൊണ്ട് അവൾ കുനിഞ്ഞിരിക്കുന്നു, പെൺപിള്ളേരെല്ലാം കൈവക്കാൻ. ആ ഓ ആ അറിയാം അർത്ഥം, അടക്കം ഒതുക്കം അച്ചടക്കം. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത 3 വാക്കാണ് ആ ചേച്ചി കുറിച്ചിട്ടു. താങ്ക് യു. എല്ലാ അമ്മമാരും കുറിച്ച് പിള്ളേരോട് രാവിലെ തൊട്ട് ഞാൻ പറയണം, ആ ഓ ആ. അന്ന് അമ്മ ഇത് പറയുമ്പോഴേ അവർ പറയും ആ ഓ ആ തുടങ്ങി. പക്ഷെ ഇന്നത് വലിയ കാര്യമാണ്, അടക്കം ഒതുക്കം അച്ചടക്കം. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ആർക്കും ചെയ്യാനൊക്കത്തില്ല. തമ്പുരാൻ സൂക്ഷിച്ചാലേ ഉള്ളു പ്രിയരെ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നമ്മളെ ദൈവം വിളിച്ചത് മറ്റുള്ളവരെ കുറവുകൾ സൈബർ സെല്ലിൽ എഴുതാനോ ഒന്നുമല്ല. നമ്മളെ ദൈവം വിളിച്ചത് ദൈവമേ അവരെ മറയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ നാം കാണുകയാണ്, അവർ വിമുഖരായി ചെന്ന് അപ്പൻ്റെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. അതുകൊണ്ട് ഉണ്ടായ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാൻ പോവുക. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഗൗരവമായി കാണും. അപ്പോൾ ഈ നോഹ വെള്ളമടിച്ചു, വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു, കൂടാരത്തിൽ എന്ത് ചെയ്തു? വസ്ത്രം. എല്ലാ ദുർഗുണങ്ങളുടെയും തുടക്കം ലഹരിയാണ്, മദ്യപാനമാണ്. അത് ഒടുവിൽ വേണ്ടാത്ത രീതിയിൽ കാണുവാൻ കാരണമാക്കി, അല്ലേ? വേണ്ടാത്ത രീതി കണ്ടു. അങ്ങനെ വരുമ്പോൾ നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യം ആവിത്. എന്നിട്ട് 6-ാം വാക്യത്തിൽ ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. കൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തക്ക. പഠിച്ചോ? പിള്ളേർക്ക് പേരിടാം, അല്ലേ? എന്തൊക്കെ പേരപ്പം എൻ്റെ പൊന്നെ. രാമയുടെ പുത്രന്മാർ ശെബയും ദദാനും. എന്നിട്ട് വീണ്ടും പറയുന്നു, ഹാമിൻ്റെ പുത്രന്മാർ കൂശ്. കൂശിൻ ആരെ ജനിപ്പിച്ചു? നിമ്രോദിനെ ജനിപ്പിച്ചു. അപ്പോൾ നിമ്രോദ്, ആ നിമ്രോദിനെ കുറിച്ച് അവൻ നായാട്ട് വീരനായിരുന്നു. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം 10-ാം വാക്യം, ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അപ്പോൾ ഈ നിമ്രോദിൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം
അവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ? ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അത് ആരുടെ പുത്രനാണ്? ആരുടെ പുത്രരാ? കൊച്ചുമക്കളായിപ്പം ഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നാണ് ബാബേൽ തുടങ്ങുന്നത്. അവൻ്റെ രാജ്യം ബാബേലാണ്. നമ്മൾ ഈ 11-ാം വാക്യത്തിലാണ് ബാബേൽ ഗോപുരം, 15-ാം അധ്യായത്തിലാണ് എന്ത് പണിയുന്നത്? ബാബേൽ ഗോപുരം പണിത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിൽ, അത് വേദപുസ്തക ചരിത്രങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ആദ്യമായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയ, രൂപാരാധന തുടങ്ങിയ ഒരു സ്ഥലം ഏതാ? ബാബേലാണ്, അല്ലേ? ബാബേലാണ്. അവിടെ നിമ്രോദിൻ്റെ ഭാര്യ സെമിറാമീസ്, അങ്ങനെ മക്കൻ തമ്മൂസ് മരിച്ചു പോകുന്നു. തമ്മൂസിനെ ആരാധിക്കുന്നു. പിന്നെ ഇവർ സ്വയം ആകാശരാജ്ഞിയായിട്ട് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഭൂമിയിൽ വിഗ്രഹാരാധന തുടങ്ങിയത്, അല്ലെങ്കിൽ ബാബേലിൻ്റെ ചരിത്രത്തിന് അതിനോളം പഴക്കമുണ്ട് ഈ രൂപാരാധനകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാബേൽ വന്നത് ആരുടെ കൊച്ചുമകൻ്റെ ലീനേജിലാണ്? ഹാമിൻ്റെ ലീനേജിലാണ്. പിന്നെ നമ്മൾ കാണുമ്പോൾ ബാബേൽ സാമ്രാജ്യവും ഇസ്രായേലുമായിട്ട് എന്നും എന്തായിരുന്നു? ഫൈറ്റായിരുന്നു. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഒരു ആത്മീയമായി വിവേചിക്കേണ്ട ഒരു ബാബേലിനെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. മഹദിയാം മ്ലേച്ഛതകളുടെ മാതാവ്. അപ്പോൾ ഇതെല്ലാം റൂട്ട് പിടിച്ച് കിടക്കുമ്പോൾ ഇതെവിടെ വരുന്നു? നിമ്രോദിൽ വരികയാണ്. നിമ്രോദ് ആരുടെ കൊച്ചുമകനാ? ഹാമിൻ്റെ കൊച്ചുമകന. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നു ശേമിൻ്റെ വംശപാരമ്പര്യം, 15-ാം അധ്യായം. ആ ശേമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് ആര് വരുന്നത്? അബ്രഹാം വരുന്നത്. അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ പുതിയ യെരുശലേമിനെ കാണുന്നു, ഇസ്രായേലിനെ കാണുന്നു. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ആത്മീയ യെരുശലേം കാണുന്നു. ഇനി നമുക്കറിയാം പുത്തനാം യെരുശലേം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു റൂട്ട് ഈ ഒരു ശേമിൽ കാണുന്നുണ്ട്. മറച്ചവൻ്റെ സന്തതി പരമ്പരകളും വെളിവാക്കിയവൻ്റെ സന്തതി പരമ്പരകളും രണ്ട് ലീനേജിലാണ് പോകുക. ഇത് വളരെ ഗൗരവമായി ദൈവസഭ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. തലമുറകൾക്ക് കെട്ടിവെപ്പാണ് ബെല്ലോൻ്റെ വാർത്തകൾ പുറത്ത് പറയുന്നത്. അത് കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. ഗൗരവമായി മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലവരുടെയും കുറ്റം പറയാൻ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുക്കാമെങ്കിൽ, നമ്മളോടൊക്കെ വല്ലവരും അങ്ങ് പറയുമ്പോൾ സോറി ബ്രദറെ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വരുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. എന്നോടൊരു കുഞ്ഞൊരിക്കലും, ഞാനോടത്ത് ഇത്രയും ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ചെയ്യാവോ? അവനോട് പറഞ്ഞ് ആരുടെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഐ ക്യാൻ സ്മെല്ലിറ്റ്. ഇവരെന്നെ പട്ടിയാണോ പോലീസ് നായാണോ? സ്മെല്ലിറ്റ്. അതുകൊണ്ട് എന്തോ പറ്റുമെന്നറിയാമോ? അവൻ്റെ ജീവിതം തന്നെ നാറിപ്പുഴുത്തു. ഇവിടെയാണ് നമ്മൾ അപകടം മനസ്സിലാക്കേണ്ടത്. അവൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ്. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആവശ്യമില്ലാത്ത എന്തിനാ നീ അറിയുന്നേ? നിനക്ക് എന്തിനാ ഇത്ര എന്തൂസിയാസ്? നീ അല്ല പത്രപ്രവർത്തനം, നീ എന്തിനാ ഇത് അറിയാൻ പോകുന്നത്? അതല്ല, ഐ ക്യാൻ സ്മെല്ലിറ്റ്. ഞാൻ അന്നേ അപകടം മണത്തു. പൊന്നു കുഞ്ഞുങ്ങളെ ഓർത്തോണേ, നമ്മളെ ദൈവം വിളിച്ചത് വേറെ. പക്ഷേ എനിക്ക് ഇന്നത്തെ തലമുറയോട് ഒരു സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഗുണമുണ്ട്. വീട്ടിലൊക്കെ വല്ലവരുടെ ഇന്ന് കുറ്റം പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് പറയാതെ വേറെ പണി നോക്ക് എന്നാര് പറയും? പിള്ളേർ പറയും. സന്തോഷം മക്കളെ, ആ കാര്യത്തിൽ അവർ നല്ലതാണ്. 2-3 കാര്യങ്ങൾ ഇന്നത്തെ പിള്ളേർ നല്ലതാണ്. ഈ പിള്ളേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ജാതി പറയാമോ? അവരങ്ങനത്തെ ജാതിയാ, ഇവരിങ്ങനത്തെ ജാതിയാ പറയാമോ? അമ്മ ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യം എന്ത് ചെയ്തേക്കരുത്, പറഞ്ഞേക്കരുത്. ജാതിബോധം കുറവുള്ള തലമുറയാണ്. അപ്രീഷിയേറ്റബിൾ, കൺഗ്രാജുലേഷൻസ്. രണ്ടാമത്തെ ഒരു കാര്യമാണ്, വല്ലവരുടെ കുറ്റം പറയുന്ന ഇവർക്ക് എന്തില്ല, ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? എൻ്റെ വീട്ടിലെ പിള്ളേർ സമ്മതിക്കത്തില്ല. വല്ലവരും പറഞ്ഞ പപ്പയ്ക്ക് വേറെ പണിയുന്നില്ല, ഇതെന്തിനാ വല്ലവൻ്റെ കാര്യം ഇതുണ്ട് പറയും. അവർക്കത് കേൾക്കാൻ താല്പര്യമേ ഇല്ല. ഉണ്ടോ? ഇല്ല. അതുപോലെ ജാതി പറയാമെങ്കിൽ അവർ സമ്മതിക്കുമോ? ഇല്ല. ഞാനതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ തലമുറയെ കാണുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പെൺപിള്ളേരായതുകൊണ്ട് അതുകൊണ്ട് എന്തോ വേണം എന്ന് ചോദിക്കുന്ന, അത് പോസിറ്റീവ് നെഗറ്റീവ് അതിനകത്തുണ്ട്. അത് ആൺപിള്ളേരും പറയും. പെൺപിള്ളേരായതുകൊണ്ട് അങ്ങനെ അങ്ങ് ആകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്ന ആൺപിള്ളേരും ഉണ്ട്. അതിനിടയ്ക്ക് ചിലവന്മാർ പറയുന്നുണ്ട്, എനിക്ക് രാവിലെ ബെഡ് കോഫി. ഒരു കൊച്ചിനോട് ഞാൻ കല്യാണം കഴിച്ചപ്പം ചോദിച്ചു, നിനക്ക് എന്തൊക്കെ വേണം, എന്താണ് ക്രൈറ്റീരിയ? രാവിലെ 5 മണിക്ക് ബെഡ് കോഫി,
പിന്നെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ദിവസം ഇഡലി ഇവൻ എന്നോട് പറയുക, ഈ പൊട്ടൻ കുഞ്ഞാളൻ, സോറിയേ അവരനെ നിസാരാന്ന് വിളിക്കരുത്, ഇവൻ എന്നോട് പറയുകയാണ്, പെണ്ണ് കേട്ട എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ ദോശ സംബന്ധി, ഒരു ദിവസം അപ്പവും കറിയും ആകാം, ഉച്ചയ്ക്ക് ഊണ് അത് ചൂട് വേണം, ഫ്രിഡ്ജിൽ വെച്ചാൽ വേണ്ട, 4 മണിക്ക് കടി, വൈകിട്ട് ചപ്പാത്തി, അത് മാറി മാറി. ഏതായാലും കെട്ടി പെണ്ണ് ഇട്ടേച്ച് പോയി. ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. അത് പൊക്കോട്ടെ. എൻ്റെ പൊന്നെ, ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് ഇന്നത്തെ ആമ്പിള്ളേർ ചേഞ്ച് ആയെങ്കിൽ നല്ല കാലം മക്കളെ. ചേഞ്ച് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പല ആമ്പിള്ളേരെ മര്യാദ പഠിപ്പിക്കുന്ന ആരാ? അതുകൊണ്ട് ഞാൻ പറയും, കുടുംബം വിശുദ്ധീകരണത്തിൻ്റെ വിഷയം അതല്ല, കുടുംബം വിശുദ്ധീകരണത്തിൻ്റെ ഒരു പാത. ചെറുക്കനെ അമ്മയിട്ട് വിറപ്പിക്കുകയായിരുന്നു. അവന് ചൂട് ദോശ വേണം, അവന് വറുത്തത് വേണം, അവന് മെഴുക്കൂട്ടി കറുമുറാന്നിരിക്കണം. ഇപ്പോൾ അവൻ നല്ല ഡീസൻ്റായി. പെണ്ണ് വന്നപ്പോൾ അവൻ ഏതാണ്ടെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞ് വേണേ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരു മിണ്ടത്തിലില്ല, അവൻ കഴിച്ചിട്ട് കണ്ട് അക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നില്ലേ? അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ആര് വന്നപ്പോൾ? അവൻ അമ്മയോട് എന്തോ ചാട്ടമായിരുന്നു. ഇപ്പം എന്നെ അവൻ ചാടാത്തേ? അവൻ അമ്മയെ അങ്ങ് വിറപ്പിക്കുകയല്ലായിരുന്നു. ഇപ്പം അവനെന്താ അതിന് താളത്തിനൊത്ത് തുള്ളിയ ഒരു അമ്മയും. അതുകൊണ്ട് ഇപ്പം പെണ്ണ് വന്നപ്പം ശരിയായില്ലേ? അതുകൊണ്ട് പെണ്ണ് വരുമ്പോൾ ശരിയായിരിക്കണമെങ്കിൽ നേരത്തെ വല്ലതൊക്കെ അനത്താനും പിടിക്കാനും ഒക്കെ പഠിച്ചോണം, രക്ഷപ്പെടണമെങ്കിൽ അല്ലേ? അതുപോലെ ചില അമ്മമാരെയും വിശുദ്ധീകരിക്കപ്പെടും. അമ്മച്ചി ആരായിരുന്നറിയാം? മോള്. അമ്മച്ചിക്ക് ഇങ്ങനെ ആട്ടയ്ക്ക് ഭരിക്കുമല്ലായിരുന്നു. ഭർത്താവിന് പേടി, നാത്തൂന് പേടി, അമ്മച്ചിക്ക് പേടി. എന്തിനേറെ അമ്മച്ചി എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അമ്മച്ചിക്ക് ഇങ്ങനെ ആട്ടയ്ക്ക് ഭരിച്ച അമ്മച്ചിയായിരുന്നു. ഈ അമ്മച്ചിയല്ല, ആ അമ്മച്ചി. എന്നിട്ട് ഇപ്പോൾ അമ്മച്ചി ഉണ്ടല്ലോ, 21 ഉപവാസ പ്രാർത്ഥന എല്ലാ ദിവസവും നേരത്തെ വരും. അമ്മച്ചി ഡീസൻ്റായി. ഒരു പാട്ട് പാടാമെന്ന് പറയുമ്പോൾ അമ്മച്ചി ഒരൊറ്റ പാട്ടാണ്, വൈബ്രേഷനൊക്കെ ഇട്ട് ഒച്ചത്തിൽ പാടും. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണില്. അമ്മച്ചി ഇപ്പോൾ എല്ലാ യോഗത്തിന് പോകും. നിത്യതയെക്കുറിച്ചുള്ള ദർശനമൊക്കെയാണ്. അമ്മച്ചിയെ വിശുദ്ധീകരിച്ചത് ആരാ? ആണ്ട മരുമോളാണെന്ന് അമ്മച്ചിയെ വിശുദ്ധീകരിച്ചു. ആര്? മരുമോള്. പേടിക്കണ്ട, അടക്കി ഭരിച്ചോ, വന്ന് കയറിക്കോളൂ. എന്നിട്ട് അന്നേരം പിന്നെ എല്ലാ യോഗത്തിനൊക്കെ വന്ന് പാട്ടൊക്കെ പാടിക്കോളൂ. എൻ്റെ പൊന്നു മക്കളെ, ഏതായാലും ഒരു കാര്യം ഓർത്തോണേ, ഇവിടെ 2 ലീനേജാണ്. നമ്മൾ അപരൻ്റെ കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള തീരുമാനമെടുത്താൽ അത് ഭയങ്കര അനുഗ്രഹത്തിന് വഴി തുറക്കും. അതുപോലെ ചിലരുണ്ട്, ഒരു സുവിശേഷകനായതുകൊണ്ട് പറയുക, സുവിശേഷ വേദി ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു വേദിയെ അല്ല. ആണോ? അല്ല. ഒരു പക്ഷേ അത് കേൾക്കാനാണോ ആളുകൾ വന്നിരിക്കുക? അല്ല. അതുകൊണ്ട് തന്നെ അപരൻ്റെ കുറ്റങ്ങൾ പറയാതിരിക്കുക, അതൊരു വലിയ പാരമ്പര്യമാണ്, വലിയൊരു ക്രിസ്ത്യൻ വെർച്യുവാണ്. ദൈവമേ എന്നെ സഹായിക്കണമേ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം, ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവർ ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ 100% മോചനം പ്രാപിച്ചു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണത്. ആവശ്യമില്ലാതെ ഒരാളുടെ കാര്യം അറിയണ്ടിലും തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാ അറിയുന്നേ? അറിയാതിരുന്നാൽ എന്നാ കുഴപ്പം? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്തോ പറ്റും? അറിയേണ്ടതൊക്കെ അറിഞ്ഞാൽ പോരെ? അറിയേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാ അറിയുന്നേ? കർത്താവേ, വേണ്ടാത്തത് അറിയാതിരിക്കാനുള്ള കൃപ കിട്ടട്ടെ. പിന്നെ നമുക്ക് അവരെ കാണുമ്പോൾ ആ മനോഭാവത്തോടെ കാണേണ്ട വരത്തില്ലേ? നോക്കൂ, 11-ാം അധ്യായം. അങ്ങനെ അവിടെ ആ വംശപാരമ്പര്യത്തിൽ ആര് വന്നു? ബാബേൽ വരികയാണ്. അവരൊരു കെട്ടിടം പണിയുന്നത് കാണുന്നു 11-ാം അധ്യായത്തിൽ. 11-ാം അധ്യായത്തിൽ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അവരെന്ത് പണിതു? ബാബേൽ ഗോപുരം. കിഴക്കോട്ട് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തി, അവിടെ കുടിയിരുന്നു. അവര് എന്ത് പണിതു? നമുക്ക് ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും എന്നിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? പേരുണ്ടാക്കണം. നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി അവരൊരു വലിയ ഗോപുരം പണിതു. ആ ഗോപുരം എന്തോരം പൊക്കമുണ്ട്? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിതു. ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിതു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ആകാശം വരെ എത്തുന്ന ഗോപുരം കാണാൻ ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. മക്കളെല്ലാം പറഞ്ഞ്, ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ദൈവത്തിന് ഇത് മേളിയിരുന്ന് കാണത്തില്ലേ? കാണാം. പക്ഷേ എന്തിനായിരിക്കും ഇറങ്ങി വന്നേ? പണ്ട് 2 പിള്ളേർ പ്ലെയിൻ കാണാൻ പോയി. വലിയ പ്ലെയിനാണ്. ആ വലിയ പ്ലെയിൻ കാണാൻ പോയപ്പോൾ അതിൽ ഒരുത്തിനൊരു സംശയം, ഇത്രയും വലിയ പ്ലെയിന് പെയിൻ്റ് അടിക്കണേ എത്ര ലിറ്റർ പെയിൻറ്റ് വേണം? അപ്പം മറ്റേ കൂട്ടം പറഞ്ഞു, ഇതങ്ങ് പൊങ്ങി ചെല്ലുമ്പം ചെറുതാകും, അപ്പോൾ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്ത് ഒറ്റ അടി അടിച്ചാൽ മതി. അപ്പോൾ ഈ വലിയ പണി മേളിൽ ചെന്നിട്ട് എന്തോ ഇല്ലായിരുന്നോ? വലിയ പണി മേളിൽ ചെന്നപ്പോൾ എന്തോ ഇല്ലായിരുന്നോ? ദൈവത്തിന് കാണാൻ ഇല്ലായിരുന്നു. സ്തോത്രം ചെയ്ത്. ദൈവത്തിന് എന്തോ ഇല്ല? ഈ ഭൂമിയിലെ വലിയ പണിയൊന്നും മേളിൽ കാണത്തില്ല.
ഈ ഭൂമിയിലെ വലിയ പണിയൊന്നും എവിടെ കാണത്തില്ല, മേലിൽ കാണത്തില്ല. കാണുമോ? ഇല്ല. കാണുമോ? ഇല്ല. എല്ലാ ക്യാമ്പിലും ഞാൻ ഈ പേരൻസ് മീറ്റിംഗ് എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. എന്നാലും പിള്ളേരോട് ചോദിച്ചാൽ കുറച്ചുകൂടെ ആൻസർ കിട്ടും. മുമ്പേ പെണ്ണാണെന്ന് സംശയം തോന്നിയ കൊച്ച് പോടെ പേരെന്നാ? വെള്ള ചുരിദാർ ഷാളിട്ട് നീ തന്നെ കണ്ണ് പേടിക്കാതെ. മക്കളുടെ പേരെന്നാ? പേരില്ലേ? അല്ല, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്നാ? ഏതെങ്കിലും ഒരു കൊച്ചൊരു പേര് പറ. മോടെ പേരെന്നാ? പ്രിസില്ല. ഓക്കെ. മോൻ്റെ പേരെന്നാ? ആ കണ്ണാടി മോൻ്റെ പേര് ആരെങ്കിലും ഒരാളൊരു പേര് പറ. അലക്സ്. 2 മക്കളുടെ പേര്. അലക്സ് മോനെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. പപ്പയുടെ പേരറിയാവോ? അറിയാം. പപ്പയുടെ പേരറിയാവോ? പപ്പയുടെ പേരറിയാവോ? അറിയാം. പപ്പയുടെ പേരറിയാവോ? അറിയത്തില്ല. മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? അറിയാം. മമ്മിയുടെ പേരറിയാവോ? അറിയത്തില്ല. അറിയാം. മോക്ക് മമ്മിയുടെ പേരറിയാവോ? മമ്മിയുടെ പേരറിയാവോ? ഇല്ല. പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പപ്പ അപ്പച്ചൻ്റെ പേരറിയാവോ? അപ്പച്ചനെ അറിയാം. പപ്പായുടെ പേരറിയാവോ? പപ്പായുടെ പേരറിയാവോ? എന്തോ പേര്? പപ്പയുടെ പേരെന്താ? അല്ല, മോൻ്റെ പപ്പയുടെ പേരെന്താ? എബ്രഹാം ചാക്കോ. പപ്പയുടെ പേരെന്നാ? MC ചാക്കോയുടെ പപ്പയുടെ പേരെന്നാ? MC ചെറിയാൻ്റെ അപ്പൻ്റെ പേരെന്നാ? അറിയത്തില്ല. മമ്മിയുടെ പേരെന്നാ? മമ്മിയുടെ പേരെന്നാ? മമ്മിയുടെ പേരെന്നാ? അറിയത്തില്ല. മോക്കറിയാവോ? പപ്പയുടെ പേര് പറയാമോ? പപ്പയുടെ പേര് പറയാമോ? ഇല്ല. അറിയാവോ? ഇല്ല. മോക്ക് മഞ്ജു വാര്യരെ അറിയാവോ? സത്യം പറ. അറിയാവോ? മോനറിയാവോ? മോഹൻലാലിൻ്റെ മോൻ്റെ അല്ല മമ്മൂട്ടിയുടെ മോൻ്റെ പേരറിയാവോ? അറിയാം. അറിയത്തില്ലേ? അറിയാം. ഇതെല്ലാം അറിയാം. പക്ഷെ നിങ്ങൾ ചിരിക്കണം. നിങ്ങൾക്കറിയാവോ? ഇത്രയും പ്രായമായിട്ട് അറിയാം. മമ്മിയുടെ പേര് പറയാമോ? അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് ചരിത്രം എന്ത് പഠിച്ചു? സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയാം, മഹാത്മാഗാന്ധിയെ അറിയാം. മഹാത്മാഗാന്ധിയുടെ മുമ്പിലത്തെ പേരറിയാം. എന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയാം. ഭാര്യയുടെ പേര് കസ്തൂർബ എന്നറിയാം. മൂത്ത മോൻ്റെ പേര് അരുണല്ല, ഹരിലാൽ അറിയാം. പൊക്കോട്ടെ, നമുക്കിതൊക്കെ അറിയാം. പക്ഷേ വല്യപ്പൻ്റെ പേര് പലർക്കും അറിയത്തില്ല. അറിയാവോ? ഇല്ല. നമ്മൾ വെച്ച ഈ വീട് വെച്ചപ്പം വെട്ടിവിറ്റ തേക്കാരി വെച്ചായിരിക്കും. അന്നേരം വന്നവർ പറഞ്ഞു നല്ല പഴക്കമുള്ള തേക്ക. ആര് വെച്ചാ? ഈ വല്യപ്പൂപ്പം വെച്ച. അയാള് പോകാൻ നേരത്ത് തലേദിവസം കുഴിച്ചു വെച്ച സാധനം അത്. പക്ഷേ ഇത് വെട്ടിയപ്പം പോലും ആരെ ഓർത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ കാര്യമായി ഒന്നും ചെയ്യരുത്. ഒത്തിരി വെച്ചിട്ട് പോകരുത്. വെച്ചിട്ട് പോയാൽ ഈ പിള്ളേർ ഓർക്കത്ത് പോലുമില്ല. അതുകൊണ്ട് മുഴുവൻ തേക്കും വിൽക്കുക, പ്രയർ സെൻ്ററിൽ കൊണ്ട് കൊടുക്കുക. വെല്ലമൊക്കെ അല്ല, പൗർഷിനെ കൊണ്ടെത്താ ഞങ്ങൾ വെല്ലമൊക്കെ ചെയ്യാം. ഇത് വലിയ ബുദ്ധിമുട്ടില്ല പോകുന്നത്. അപ്പോൾ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ വെല്ലമൊക്കെ വേണം. അവരൊരു പുസ്തകം തുറന്നു. എന്തിൻ്റെ പുസ്തകം? ഓർമ്മയുടെ പുസ്തകം. തുറന്നില്ലേ? തുറക്കും. പുസ്തകങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി പേരുണ്ടാക്കാൻ എന്തോ ചെയ്താലും പേര് നിലനിൽക്കത്തില്ല. എന്നാൽ നിത്യതയിൽ പേരുണ്ടെങ്കിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ, മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ആമേൻ പറയാവുന്നവർ ഉറക്കെ ഒരു ആമേൻ പറഞ്ഞ് ദൈവം ആരല്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓർമ്മയുടെ പുസ്തകത്തിൽ വേണം. ദൈവം ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ദൈവം ഓർക്കണം മക്കളെ. ദൈവം ഓർക്കണം. ദൈവം ഓർക്കാൻ ഒറ്റ വഴി. ചിലതൊക്കെ ഇന്നും ഓർക്കുക. ഒരു പാവം സ്ത്രീ, ദരിദ്രയായ ഒരു വിധവ, അവൾ 2 കാശ് കൊണ്ടിട്ടു. അവക്കുള്ളതൊക്കെ ഇട്ടു. ഒരു നാണയത്തിന് ഈക്വലായിട്ടുള്ള 2 ചെമ്പ് നാണയം. പക്ഷേ അത് ദൈവം കണ്ടു. ഇന്നും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ഓർക്കപ്പെടുന്നു ദരിദ്രയായി വിധവ. ഒരു സാധാരണയ സ്ത്രീ, അവൾ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ പൊട്ടിച്ചൊഴിച്ചു, ദേഹത്ത് പൂശി. എന്താണ് ദേഹത്തിൻ്റെ ശരീരം? ക്രിസ്തുവിൻ്റെ ശരീരം അവൻ്റെ സഭയാണെങ്കിൽ ആ ശരീരത്തെ അവൾ തൈലം പൂശി. വചനം പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ആ
സഹോദരി ഓർമ്മിക്കപ്പെടൂ. എത്രയോ പേർക്ക് അവിടെ വലിയ വീടുകളുണ്ട്, പക്ഷെ വിരിച്ചൊരുക്കിയ ഒരു വലിയ വൻമാളിക മർക്കോസ് 14 കർത്താവിന് ഒഴിച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യന്റെ പേര് ഇന്ന് ഓർമ്മിക്കപ്പെടുകയാണ്. വീടുള്ളവരെല്ലാം ഓർമ്മിക്കപ്പെടത്തില്ല, എന്നാൽ ആ വൻമാളിക വിരിച്ചൊരുക്കി നാഥന് പെസഹ ആചരിക്കാൻ കൊടുത്ത ഒരാൾ ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. അതിലൊക്കെ ഏറെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സംഭവമാണ് കല്ലറ. പ്രത്യേകിച്ച് ഒരു മധ്യ തിരുവിതാംകൂർ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്താ? കല്ലറയ്ക്കാണ്. നമ്മൾ പലർക്കും പള്ളി വിട്ട് വരാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു? വിശ്വാസമല്ല, സ്നാനം സത്യമാണെന്നറിയാം, വേർപാട് സത്യമാണെന്നറിയാം, പരിശുദ്ധാത്മാവ് സത്യമാണെന്നറിയാം. പലരുടെയും പ്രശ്നം, ഒറ്റ പ്രശ്നം എന്താ? കല്ലറയാണ്. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു പക്ഷേ അയാളുടെ അപ്പനെ അടക്കാനോ അല്ലെ അയാളുടെ കുടുംബത്തെ അടക്കാനോ അങ്ങേരെ അടക്കാനോ ഏറ്റവും കരകൗശല വിദ്യയോടെ ഏറ്റവും നല്ലതായി പാറയിൽ വെട്ടിയൊരുക്കിയൊരു കല്ലറ വെച്ചു. പക്ഷെ ആ കല്ലറ അങ്ങ് കൊടുത്തു. ആർക്ക് കൊടുത്തു? തമ്പുരാനെ അടക്കാൻ വേണ്ടി കൊടുത്തു. ഇന്നും സ്നാനപ്പെടുത്തുമ്പോൾ സാധാരണ എല്ലാവരും സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാ? ആദാമി വർഗത്തിന്റെ പാപത്തിലൂടെ ആ മനുഷ്യവർഗം പാപികളായി തീർന്നു. പാപികളെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ജഡാവതാരം എടുത്തു. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. 3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു. 33 തിരുവയസ്സിൽ പിലാത്തോസിന്റെ അരമിൽ അടിക്കപ്പെട്ടു. കാൽക്കര കുരിശു എടുത്തുകൊണ്ട് ഗാഗുൽത്തായി നടന്നു. കള്ളന്മാർ നൽകി ക്രൂശിക്കപ്പെട്ടു. അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നമുക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശേഷം പ്രത്യക്ഷനായി. സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവായ യേശു നീ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ലോകത്തിൽ ലക്ഷക്കണക്കിന് സ്നാനം നടക്കുമ്പോൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ഒരു പേര്. അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടി. ആ കല്ലറ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ പ്രയോജനം കിട്ടുമോ? ഇല്ല. എന്ന കർത്താവിന് വേണ്ടി ചെയ്താൽ അത് ഓർമ്മയുടെ പുസ്തകത്തിൽ നിൽക്കും. സ്തുതിച്ചാരാധിച്ച് എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നു മക്കളോട് പറയട്ടെ, അവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം. കർത്താവിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇനിയും വരാൻ പോകുന്ന തലമുറയിൽ കർത്താവിന് സുവിശേഷകരെ ആവശ്യമുണ്ട്. ഇന്നലെ ദൈവം കൃപ ചെയ്ത് എളിയവനായ ദാസൻ കട്ടപ്പനയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവിടെ 1000-ഓളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ഹോശാന ഞായറാഴ്ചയിൽ വചനം പിടിച്ചുകൊണ്ട് അതുവഴി നടന്ന് കർത്താവിനെ സ്തുതിക്കുകയും പാടുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. അവരെന്ത് നല്ല കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. അത് ചിലർക്കൊക്കെ മലയാളം അറിയാം, അവർ മലയാളത്തിൽ നിന്ന് വേണേൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനുള്ള പക്വതയൊക്കെ ആയ സുവിശേഷകർ. എൻ്റെ ഭയമല്ല, ഇനി അങ്ങനെ സംഭവിച്ചാലും പേടിക്കാനില്ല. ഇവിടുത്തെ പല ബൈബിൾ സ്കൂളുകളും മലയാളി പിള്ളേരില്ല, 1-2 പിള്ളേരേ ഉള്ളൂ. വലിയ ബൈബിൾ സ്കൂളുകൾ അവർക്ക് പലരും നോർത്ത് ഈസ്റ്റും ജാർഖണ്ഡും ഒക്കെയാണ്. ഒരിടത്ത് ഞാൻ കണ്ടവർ പലരും ജാർഖണ്ഡും സന്താളികളും ഒക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഓർമ്മയുടെ പുസ്തകത്തിൽ നിൽക്കാൻ ഈ ആയുസിൽ കർത്താവിൻ്റെ വേലക്കാരായി മാറിയാൽ ഒരു കാര്യം, ലോകം മാഞ്ഞു പോകും, ഭൂമിയും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകും. എന്നാൽ മാഞ്ഞു പോകാത്ത ഒന്നുണ്ട്. നീ കർത്താവിന് വേണ്ടി വേല ചെയ്താൽ അത് മറന്നു കളയാൻ എൻ്റെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം എൻ്റെ ദൈവം കൊടുക്കും, പ്രതിഫലം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേല ചെയ്യുക. അതിന് കർത്താവിന് ആവശ്യമുണ്ട്. അഭ്യസ്ത വിദ്യരെ ആവശ്യമുണ്ട്. നല്ല സ്മാർട്ടായിട്ടുള്ള മക്കളെ ആവശ്യമുണ്ട്. എല്ലാ കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്നത്, ഏറ്റവും ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള മക്കളെയാണ്. ആ കമ്പനികൾക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളെ വേണമെന്ന് നിർബന്ധം ഉണ്ടാകത്തില്ല. അവരേറ്റവും നല്ല യൂത്തായിട്ടുള്ളവരെ, സ്മാർട്ടായിട്ടുള്ളവരെ കൊണ്ടുപോകും. എന്തിനാണ്? അവിടെ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാനാണ്. അത് കഴിയുമ്പം, അതിൻ്റെ കാലം കഴിയുമ്പോൾ അവരവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വരും, അല്ല ടെർമിനേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും ഒരു പ്രായം കഴിഞ്ഞാൽ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നരയ്ക്കുവോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കഴിഞ്ഞാൽ തലമുറയായി അത് നീതിയായി കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. അതിന് ആമേൻ പറയാവുന്നവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അതിന് ആമേൻ പറയാവുന്നവരെല്ലാം തലമുറയായി അത് ദൈവം നീതിയായി കണക്കിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഏറ്റവും വലിയ കാര്യം, കർത്താവിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ലോകം അതിൻ്റെ മോഹവും നീങ്ങിപ്പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ലോകവും അതിൻ്റെ മോഹവും നീങ്ങിപ്പോവും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ
ജീവിതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യണം. അതിന് പെൺകുട്ടികളെ വേണം കർത്താവിന്. നല്ല പെൺകുട്ടികളെ കർത്താവിന് ആവശ്യമുണ്ട്. എന്തിനാണ്? കർത്താവിൻ്റെ വേല ചെയ്യാൻ. ഏതൊരു സുവിശേഷകൻ്റെ പിന്നിലും ഏതൊരു സുവിശേഷ വേലയ്ക്കും നല്ല പെൺകുട്ടികൾ. ഏറ്റവും കൂടുതൽ സഭാപ്രവർത്തനം നടന്നിട്ടുള്ളതും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുള്ളതും സഹോദരിമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ന്യൂ ഇന്ത്യ ദൈവസഭ. ന്യൂ ഇന്ത്യ ദൈവസഭയിലെ മറിയാം ആൻ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ സഹോദരിമാരാണ് ഇന്ത്യയിൽ ഉടനീളം, തീരദേശം ഉൾപ്പെടെ, ആന്ധ്ര ഉൾപ്പെടെ അവിടെ താമസിച്ച് എത്രയോ സഹോദരിമാർ ജീവൻ അവിടെ ഹോമിച്ച്, അവിടെ ജീവിതത്തെ ത്യാഗമായി അവിടെ ഒഴിച്ച് ഇന്ന് എത്രയിടത്ത് സഭകളുണ്ടെന്നറിയാമോ? ഒരു കാര്യം, കർത്താവിന് ചിലരെ ആവശ്യമുണ്ട്. ഒരു നിമിഷം കണ്ണുകളെല്ലാം അടച്ച്, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം. കുഞ്ഞുങ്ങളെ, അതിന് വിദ്യാഭ്യാസം തടസ്സമല്ല, പക്ഷേ അതൊരു പ്ലസ് പോയിൻ്റാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്താ കാര്യം ചോദിച്ചാൽ, നമ്മുടെ അറിവിന്മേൽ ദൈവം പ്രവർത്തിക്കും. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ അറിവിന്മേൽ കൂടെ ദൈവം ഉപയോഗിക്കും. അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും ദൈവം ഉപയോഗിക്കും. എന്നാൽ അറിവിനെ ദൈവം കുറച്ചുകൂടെ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഈ തലമുറയിൽ സുവിശേഷകരെ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യാൻ എല്ലാ കണ്ണുകളും അടച്ച് 2 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാൻ ഉള്ളിലൊരു പ്രേരണ. ഒന്ന്, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ഒരു കൊച്ചായുസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ച് ആരെയും നോക്കരുത്. കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള ഹല്ലേലൂയ. ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആൺകുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. ഇനിയുണ്ട് ഇതിനകത്ത് മക്കൾ. പരിശുദ്ധാത്മാവ് ഇടപെടുക. ഒരു കാര്യം ഞാൻ പറയാം, വിളിയുള്ളവർ എവിടെ പോയാലും തമ്പുരാൻ ഉടക്കി കൊണ്ടുവരും. പക്ഷേ അന്ന് സമയം താമസിക്കും. ആ സമയം താമസിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിലൂടെ രക്ഷപ്പെടാനുള്ള ഒത്തിരി പേർ അന്ന് മരിച്ചു പോയെന്ന് വരും. അതാണ് ഈ താമസിച്ചാലുള്ള കുഴപ്പം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേലയ്ക്ക് ഇറങ്ങും, പക്ഷെ നമ്മളിലൂടെ നടക്കപ്പെടേണ്ട ചില വിടുതലുകൾ നടക്കാതെ പോകും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ വേല ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സുവിശേഷകനാണ്. കണ്ണുകളെല്ലാം അടച്ച് എന്നിട്ട് ഒരു ദിവസം ഒരു വിളി കേൾക്കണം. നല്ല ദാസൻ. മാതാപിതാക്കളെ, ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കാം അവരുടെ ഇഷ്ടം പോലെ പോകട്ടെന്ന്. അത് പൊക്കോട്ടെ. എങ്കിലും അവർ ചിലർ മെഡിസിന് പോയതും ചിലർ എൻജിനീയറിങ്ങിന് എടുത്തതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം കുഞ്ഞുങ്ങളെ. അതിന് മുമ്പ് എടുത്തതൊക്കെ ഇരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എടുത്തത് അവരുടെ ഇഷ്ടം കൊണ്ട് തന്നെയല്ലല്ലോ, നമ്മുടെ ഒരു ഇഷ്ടമല്ലേ? നമ്മുടെ ഒരു ഇഷ്ടം അതിന് പിന്നില്ലേ? എൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമാണെന്നുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവൂ. എൻ്റെ കുഞ്ഞിനെ സത്യസന്ധമായി, എൻ്റെ കുഞ്ഞ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവരിഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, എനിക്കതിന് സമ്മതമാണ്. അങ്ങനെയുള്ളവരൊന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലദാസനെന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നല്ലദാസനെന്നു ചൊല്ലുന്ന തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവം വാഴ്ച കാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ച കാലം വരുന്നല്ലോ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. രാജാവെഴുന്നള്ളുന്നു എന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തന്നെ, എന്റെ രാജാവ് തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തന്നെ, ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ, മാർവിലെന്നെ ചേർത്തിടും
കുഞ്ഞുങ്ങളെ അവരെവിടെയാണോ നിങ്ങളുടെ തീരുമാനം അവരെ സ്വാധീനിക്കട്ടെ. നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും അവരെ അതിനായി ഒരുക്കട്ടെ. ഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഈ മക്കളെല്ലാം സമർപ്പിച്ച് അപ്പം തന്നെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന മാതാപിതാക്കളും അവരിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് എല്ലാ കരങ്ങളും ഉയർത്തി. ഈ ഭൂമിയുടെ ഏറ്റവും വലിയ ഇനിയുള്ള അടിയന്തര ആവശ്യമാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ വേലക്കാർ വേണം, വേലക്കാർ വേണം. ഞാനൊരു സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് എളിവനും അതിൻ്റെ ഒരു അംഗമാണ്. പലപ്പോഴും അടുത്തിടെ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നല്ല സഭകളെ വിടുവാൻ പ്രാപ്തരായ ദൈവദാസന്മാരുടെ അഭാവമാണ്. ഒരു തലമുറ മാറിപ്പോകുന്നു, അടുത്ത തലമുറ എഴുന്നേറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ സഭകൾ രൂപപ്പെടുന്നില്ല, പുതിയ വേലക്കാർ എഴുന്നേറ്റുന്നില്ല. ഇത് വലിയ അപകടത്തിലേക്ക് പോവുകയാണ്. ഒരു സൈഡിൽ കൂടെ പൊഴിച്ചിൽ നടക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശ്വസ്ത സുവിശേഷകർ, ശക്തരായ സുവിശേഷകർ, കഴിവും പ്രാപ്തിയുള്ളവർ ദൈവരാജ്യത്തിൽ എഴുന്നേൽക്കുക. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. പിതാവേ, സമർപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും മക്കളെ സമർപ്പിച്ച് നിൽക്കുന്ന പേരൻസിനെയും ഇത് കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ, ദൈവമുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതാ ആ മക്കൾ എവിടാണെങ്കിലും ഇന്ന് അവരെഴുന്നേറ്റ് ഇന്ന് ഒരിക്കലും ആ മുദ്ര പോകല്ലേ കർത്താവേ, ഒരിക്കലും മുദ്ര പോകല്ലേ. ഒരിക്കലും മുദ്ര പോകല്ലേ. അതിശക്തരായ സുവിശേഷകർ എഴുന്നേൽക്കുവാൻ ദൈവം ഇടയാക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവസന്ധി ഇരുന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കാണുകയാണ്. അങ്ങനെ 11-ാം അധ്യായത്തിൽ 2 സ്ട്രീമായിട്ട് മാറുന്നതും കാണും. അപ്പോൾ അവിടെ ഭാഷ കലങ്ങിപ്പോവുകയാണ്. ഭാഷ കലങ്ങിപ്പോകുമ്പോൾ ദൈവം ഇറങ്ങി വരികയും ഭാഷ കലക്കുകയും ചെയ്തു എന്ന് നാം കാണും. ബാബേലിൽ ഭാഷ കലങ്ങിപ്പോയി എന്ന് നാം കാണുകയാണ്. അങ്ങനെ കലങ്ങിക്കഴിഞ്ഞ് ഭൂമിയിലേക്ക് അവർ എല്ലായിടത്തുമായിട്ട് ചിതറിപ്പോകുന്നു. അപ്പോൾ ഇന്നും മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അന്ന് കലങ്ങിയൊരു ഭാഷ കലങ്ങുന്ന. പലപ്പോഴും ദൈവം അതവിടെ കലക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന എന്താണ്? അവരുടെ സ്വാർത്ഥതയാണ്. എനിക്ക് പേരെടുക്കണം, എനിക്ക് ഉയരണം. സ്വർഗത്തെ ദൈവത്തെ തോൽപ്പിക്കാനാണ് ഇവർ ഇത് പണിയുക. ആകാശം മുട്ട ഒരു ഗോപുരം പണിയുക. കാരണം ഭൂമിയെ ദൈവം നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയെ ദൈവം നശിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്. ഇനിയും വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങളെല്ലാം കൂടെ എവിടെ കയറും? ഞങ്ങളെല്ലാം കൂടി കെട്ടിടത്തിന് മേളിൽ കയറും. ഞങ്ങളോടാ കളി. അതാണ് അവരുടെ ഉദ്ദേശം. ഞങ്ങളോടാ കളി. ഞങ്ങളിനി എന്തോ പണിയും? ആഘോഷം വരെ എത്തുന്ന ഗോപുരം പണി. എന്നിട്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ എവിടെ കയറും? ഗോപുരത്തിൽ കയറും. താണ്ട് എല്ലാം കൂടെ കലങ്ങിപ്പോയി. ദൈവത്തിൻ്റെ പദ്ധതികളെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും? അതിലും എത്രയോ വലുതാണ് ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറയുന്നത്. സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച മക്കളോടും പേരൻസിനോടും ഒക്കെ ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻ ജീവിതത്തിലെ അനുഭവങ്ങൾ വലുതാണ്. വിശ്വാസ ജീവിതത്തിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് അമേസിങ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. എല്ലാവരും പറഞ്ഞേ, ഭയങ്കര സന്തോഷം വിശ്വാസ ജീവിതം. എനിക്കറിയാവുന്ന ഞങ്ങളുടെ റാന്നിയിൽ നിന്ന് പോയ ഒരു കുടുംബം, അവർ ആന്ധ്രയിലാണ്. അപ്പോൾ അവിടെ 4 പെൺകുഞ്ഞുങ്ങളാണ്. ഇത് കൃത്യമായി എനിക്കറിയാവുന്നൊരു സംഭവമാണ്. ഞാനത് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആ മക്കൾ എന്നെ കാണാൻ വന്നു. അവരിന്ന് ഒരു മൂത്ത മോൾ ഡോക്ടറാണ്. ആ കുഞ്ഞെന്നെ കാണാൻ വന്നു. ഫാമിലിയായിട്ട് ഭാഷകൾ പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോൾ എൻ്റെ അപ്പയാണ് അവരെ പ്രാർത്ഥിച്ച് അവരെ അയക്കുന്ന സമയത്തുണ്ട്. എനിവേ, നടന്നൊരു കാര്യം, അവരെ ആന്ധ്രയിൽ അന്ന് ആ ഗ്രാമത്തിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു പുതിയ സഭാപ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചെറിയ തുച്ഛമായ ഒരു സപ്പോർട്ട് സഭ കൊടുക്കുന്നതുകൊണ്ടല്ലേ വാടകയും കാര്യങ്ങളും എല്ലാം നടക്കണം. കൊച്ചു മക്കളാണ്. അപ്പോൾ ഇളയ ഒരു കുഞ്ഞുണ്ട്. അമ്മയ്ക്ക് ആസ്മയൊക്കെ ഉള്ളത് കൊണ്ട് ബ്രസ്റ്റ് ഫീഡ് വയ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളയ കുഞ്ഞിന് അവർ തുടത്തിൽ പാൽ അളന്ന് മേടിക്കും. അപ്പോൾ ഈ തുടത്തിൽ പാൽ അളന്ന് മേടിച്ചാണ് കൊച്ചിന് പാൽ കൊടുക്കുക. മൂത്ത കൊച്ച് സ്കൂളിൽ പോകാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു.
ഉള്ള് പൊള്ളുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചു. അമ്മ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പാലൊഴിച്ച് ചായ തരാം. പാലൊഴിച്ച് ഒരു ചായ തരാമെന്ന് ചോദിച്ചാൽ ഒരമ്മയുടെ നെഞ്ച് പൊള്ളുവോ? വലിയ കാര്യമൊന്നും ചോദിച്ചില്ല, പാലൊഴിച്ചൊരു ചായ തരാം. 4 മണിയായപ്പം കുഞ്ഞ് വരാൻ നേരത്ത് അമ്മയുടെ ഉള്ളു കാളുക. ഈ അമ്മ ഒരു കാര്യം ചെയ്ത് ഭയങ്കര വിശ്വാസമാണ്. സോസ്പാൻ എടുത്ത് വെള്ളം ഒഴിച്ച് ചുമ്മാ അങ്ങ് ഇളക്കി സ്തോത്രം ചെയ്തു. കൊച്ചു വരികയല്ലേ, പാലില്ല. പെട്ടെന്ന് വാതിക്ക് ഒരു മുട്ട് നോക്കിയപ്പം പാലുകാരനാണ്. അവിടെ ഇങ്ങനെ പാലുകാർ പോകും. ദീദി പാത്രം കൊണ്ട് കൊടുത്തു, പാല് കൊടുത്തു. പുള്ളിക്കാരത്തി സന്തോഷത്തെ മേടിച്ച് വെച്ചു. ഭർത്താവ് പറഞ്ഞു വിട്ടാന്ന് ഓർത്തെ. പക്ഷെ ഭർത്താവ് വരുമ്പം പൈസ തരാമെന്ന് പറയാൻ ചെന്നപ്പം ഈ പാലുകാരനില്ല. അച്ചായൻ വന്നപ്പം പറഞ്ഞു, പാലുകാരൻ വന്നു, അച്ചായൻ പറഞ്ഞിട്ടില്ല. അവർ രണ്ടും കൂടെ ആ ഗ്രാമം മുഴുവൻ തപ്പുക അന്ന് തൊട്ട് ഇന്ന് വരെ പാൽക്കാരനെ. പക്ഷെ കണ്ടിട്ടില്ല. ആ കൊച്ചുങ്ങൾ ഇന്ന് വലുതായി. രണ്ടാമതൊരു സാക്ഷി, ആ മോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ ജീവിതത്തിൽ അവിടുത്തെ വറവാ മക്കളെ, ഭയങ്കര വറവാ. ക്രീമൊക്കെ ഉണ്ടോ, ഫോറിൻകാരാണോ? അപ്പം വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തൂക്കുക. പിള്ളേരുടെ ദേഹം എല്ലാം മൊരിയുക. അപ്പം മൊരിഞ്ഞിട്ട് പെരട്ടാൻ ഇച്ചിരി വെളിച്ചെണ്ണയില്ല. എൻ്റെ കർത്താവ്, എൻ്റെ കൊച്ചിൻ്റെ തൊക്കെല്ലാം കണ്ട് പെൺകുഞ്ഞുങ്ങളാണ്. വരൾ കാണുന്ന പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഈ കാലുക്കുപ്പി എണ്ണ കൊടുക്കാൻ തുടങ്ങി. സത്യമായിട്ട് അവർ പറഞ്ഞ് കാലുക്കുപ്പി ഇങ്ങനെ ഞെക്കുമ്പോൾ എണ്ണ വരും. അത് പിന്നെ ഒരു അത്ഭുതമായി. എന്നും ആവശ്യത്തിന് എണ്ണ വരും. ഒടുവിൽ ഇത് കണ്ട ഒരു തെലുങ്ക് സഹോദരി അന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ആ കുപ്പി മേടിച്ചുകൊണ്ട് പോയി അതോടുകൂടി നിന്നു. പിന്നെ വന്നിട്ടില്ല. ഒരു കാര്യം ഓർത്തോണേ, ഇത് ഭയങ്കര അത്ഭുതകരമായ ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം നടക്കുന്ന അത്ര സുഖമുള്ളൊരു കാര്യമാണ്. ഭാരവും പ്രയാസം. ചില ദൈവദാസന്മാരൊക്കെ തന്നെ മുറിവുകളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഞാൻ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയും, മുറിഞ്ഞതാണോ കൂടുതൽ, അനുഭവിച്ച സന്തോഷമാണോ കൂടുതൽ? സന്തോഷം. മുറിവുകൾ മുറിച്ചതൊക്കെ ആരാ? 1-2 പേര് കാണും. അതൊക്കെ തമ്പുരാൻ അനുവദിച്ച് അവിടെ വെച്ചേക്കുന്ന. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നെകളിച്ച് പോകാതിരിക്കാൻ വേണ്ടി തമ്പുരാൻ ഓരോരുത്തരെ ചിലപ്പോഴൊക്കെ അനുവദിക്കും. അത് ദൈവത്തിൻ്റെ ഓരോ പദ്ധതിയുടെ ഭാഗം കൂടാ. എന്നാലും സുവിശേഷ വേല ഭയങ്കര ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അത് ഭയങ്കര ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. കർത്താവിനോടൊപ്പം നടക്കുക. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ എന്ത് കലങ്ങിപ്പോയി? ഭാഷ കലങ്ങിപ്പോയി. മറക്കരുത്, ഭാഷ കലങ്ങി. മറച്ചവനും മറ നീക്കി പുറത്ത് കൊണ്ടുവരും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശേമിൻ്റെ വംശപാരമ്പര്യം 11:10. ആരുടെ വംശപാരമ്പര്യം? ശേമിൻ്റെ. കണ്ടോ, ശേമിൻ്റെ വംശപാരമ്പര്യം. ആ വംശപാരമ്പര്യം പറഞ്ഞ് വരുമ്പോൾ കാണുന്നു തേരഹ് 26-ാം വാക്യം 27. തേരഹിന്റെ വംശപാരമ്പര്യം. തേരഹ് ആരെ ജനിപ്പിച്ചു? അബ്രഹാമിനെയും നാഹോരിനെയും. അവിടെ കാണുകയാണ്. ആ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ശേമിന്റെ വംശപാരമ്പര്യത്തിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിപ്പാനുള്ള സ്ഥലത്തേക്ക് നീ എന്ത് ചെയ്യണം? പുറപ്പെടണം. അങ്ങനെ അബ്രഹാം കൂട്ടി പുറപ്പെട്ട് ഹാരാനി വരികയും അവിടെ തമ്പടിക്കുകയും അവിടെ വെച്ച് തേരഹ് മരിക്കുകയും ചെയ്തു. 2 വിളിയാണ്. ഒന്ന് വിളിച്ചു, അവിടെ വെച്ച് ആരാനി വരെ വന്നു. ആരാനി വെച്ച് തേരഹ് മരിക്കുന്നു. തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ മനസ്സിലാക്കേണ്ട 2ാമത്തെ പ്രിൻസിപ്പിളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, മറയ്ക്കണം. ഒരിക്കലും അനാവശ്യമായി ആരുടെയും കുറവുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആരുടെയും കുറവുകൾ പറയാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. നിവൃത്തിയുള്ളിടത്തോളം കുറവും കേൾക്കാതെയും ജീവിക്കുക. 2ാമത്തെ അനുഗ്രഹത്തിൻ്റെ വഴി, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ പുറപ്പെടണം. എങ്ങോട്ടാ പുറപ്പെടണ്ടേ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. എല്ലാവരും പറഞ്ഞേ, എങ്ങോട്ട് പോകണം? ഒന്നര ഉറക്കം പറഞ്ഞേ, എങ്ങോട്ട് പോകണം? കാണിപ്പാനിരിക്കും ദേശമെന്ന് അന്ന് പറയുമ്പോൾ അതെവിടാ? അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നാം വായിക്കുമ്പോൾ കാണുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടമാണ്. ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ട് പിൻവരുവാൻ. മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഒന്നിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ യാത്ര. അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല, നിന്നെ ഞാൻ ഇന്നടത്ത് കൊണ്ടുപോകും, കാണിപ്പാനിരിക്കുന്ന ദേശം, അവിടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ തമ്പടിക്കാൻ പറയുമ്പം തമ്പടിക്കും, പോകാൻ പറയുമ്പോൾ പോകും. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും. അടുത്തത്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നമ്മൾ പേരുണ്ടാക്കാൻ പോയപ്പോഴാണ് ബാബയിൽ അപകടം ഉണ്ടായത്.
പക്ഷേ ഇവിടെ ദൈവം അബ്രഹാമിൻ്റെ പേരെന്താക്കിയാണ്? വലുതാക്കുക. പേര് വലുതാക്കേണ്ടത് നമ്മുടെ ജോലിയാണോ ദൈവത്തിൻ്റെ ജോലിയാണോ? ദൈവത്തിന്റെ ജോലിയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതായിരിക്കും. അടുത്തത്, നീ ഒരു യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. നീ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹം. ആ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെടുന്ന അല്ല, എന്താകുന്നതാ? അനുഗ്രഹമായി മാറുന്നതാണ്. അനുഗ്രഹമായി മാറാം. എങ്ങനെ അനുഗ്രഹമായി മാറാം? നമുക്ക് ദൈവം തരുന്ന സകലതും പങ്കുവെച്ച് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറാം. ഹല്ലേലൂയ. കല്ലറ പങ്കുവെച്ച അരിമത്തിലെ ജോസഫ് ആ ശവമടക്കിനൊരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്, പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആമേൻ പറയാമെങ്കിൽ എല്ലാവരും ആമേൻ പറഞ്ഞേ. ഞാൻ എല്ലാ മക്കളോടും പറയും, നിങ്ങൾക്ക് നല്ല ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വർഷം എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണം. ഒരു വർഷം എന്തെങ്കിലും ഒരു സർവീസ് ഒരു സഭയിലോ ഒരു ചാരിറ്റി ഹോമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല ആത്മീയ സ്ഥാപനത്തിൽ ചെയ്യണം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് പാവം പിടിച്ച പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണം. ഒരു നിവൃത്തിയില്ലാത്ത പിള്ളേർക്ക് ട്യൂഷൻ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ എന്തായി മാറും? ഒരനുഗ്രഹമായി മാറും. എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവന് റാന്നിയിലെ പ്രബലമായൊരു കുടുംബത്തിലെ കുഞ്ഞാണ്. പ്രബലമായൊരു കുടുംബം. അവരുടെ വീട്ടുപേരൊക്കെ വളരെ പ്രശസ്തമായ ഒരു പൗരാണിക പുരാതന കുടുംബം. നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ നല്ല ഒത്ത ഒരു പയ്യന് ആ കുഞ്ഞെന്നോട് ചോദിച്ചു, എനിക്ക് കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഞാൻ ചോദിച്ചു, മോൻ എന്തോ ചെയ്യാൻ അറിയാം? അച്ഛാ, എനിക്ക് എന്തോ ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ, ഹി വാസ് എ നേഴ്സ്. അവനിപ്പോഴും ഒരു പ്രൊഫഷണൽ നേഴ്സാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ഒരു വർഷം എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു വർഷം എന്നെ കൊണ്ട് വണ്ടി ഓടിച്ച് സഭയുടെ എല്ലാ കാര്യം ചെയ്തു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് പലരെ കളിയാക്കി, നീ നേഴ്സാണ്, കളിയാക്കി. അവൻ കളിയാക്കിയപ്പോൾ ഇവൻ അരിശപ്പെട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പം നീ മിണ്ടായിരിക്കാമെങ്കിൽ അടുത്ത വർഷം നീ യൂറോപ്പിലായിരിക്കും. അപ്പോൾ അവൻ നല്ല അധികാരം. അവൻ പറഞ്ഞു, എന്നോട് കയറി ഉടയ്ക്കാൻ വന്നാൽ ഞാൻ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം നീ മിണ്ടാതിരുന്നാൽ നിന്നെ അടുത്ത വർഷം ഞാൻ കയറ്റി വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഏതായാലും അടുത്ത വർഷം അവൻ കയറിപ്പോയി. ഇപ്പോൾ അവൻ യൂറോപ്പിലുണ്ട്. അവൻ്റെ ഭാര്യ ഓസ്ട്രേലിയയിലാണ്. ഒരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സർവീസ് ചെയ്യണം. എന്താണെന്നറിയാമോ? നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് വേണ്ടി ഒരു അനുഗ്രഹമായിരിക്കാൻ. ഹല്ലേലൂയ. യു വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ജീവിതം ഒരു അനുഗ്രഹമായി മാറണം. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നതെല്ലാം എന്തായി മാറണം? ഒരു അനുഗ്രഹമായി മാറണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. അപ്പൊ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ഒരിക്കലും ആരെ എന്ത് ചെയ്യരുത്? ശപിക്കരുത്. നമ്മുടെ ശാപം ഏക്കുമെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നൊന്ത് പറഞ്ഞാൽ ഏറ്റെന്ന് വരും. അത് മറ്റൊരു സത്യം. ശാപം ഏക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുണ്ട് ശാപം ഏക്കുന്നത്. പക്ഷേ ഇത് ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശാപം ഏക്കുന്നത് കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ ശപിച്ച മക്കൾ അതുപോലെ തന്നെ സംഭവിക്കുന്നതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ എളിയദാസൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം അത്ഭുതമാണ്. അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട്. എല്ലാവരെയും എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എല്ലാവരെയും എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പരസ്പരം ഒന്ന് അനുഗ്രഹിക്കുക. വലിയ കാര്യമാണ്. ഒരു കാര്യം ഓർത്തോണേ, ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. ഞാനിത് ഒരിടത്ത് പറഞ്ഞു. എൻ്റെ ഒരു ലൈവ് കേട്ടിട്ട് എൻ്റെ കൂടെ നടന്ന ഒരു കുഞ്ഞ്, അവനിന്ന് ബാംഗ്ലൂരിൽ ഒരു ശുശ്രൂഷകൻ്റെ കൂടെയാണ്. അപ്പം ഞാനൊരു പറഞ്ഞു, ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര രൂപ ചോദിച്ചു. 50 രൂപ. 50 രൂപ ഇല്ലല്ലോ, 38 രൂപ 80 പൈസ ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി എന്ന് പല്ല് കടിച്ചാൽ അവനും എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളും പറയും. എന്നാൽ 38 പറഞ്ഞിട്ട് 50 കൊടുത്തിട്ട് ഒരു മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ, അവൻ 5 രൂപ തിരിച്ചു തരും. ഇവൻ അത് കേട്ടോണ്ട് കയറി ഒരു ഓട്ടോറിക്ഷയിൽ കയറി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. 10 രൂപ വെറുതെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ കയറി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ കുറച്ച് മുട്ടായി എടുത്തു കൊടുത്തു. വല്ല നട്ടമുണ്ടോ? അതുകൊണ്ട് ഏറ്റവും നല്ലൊരു വഴിയാണ് എല്ലാവരെയും എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. 3-4 പേരെ എന്നും അനുഗ്രഹിക്കണം. ദൈവസഭയിൽ വന്നാൽ എന്നോട് ഇടയ്ക്ക് സൗദിയിൽ നിന്ന് ഞങ്ങളുടെ ഗൾഫുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഖത്തറിൽ നിന്നൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം, ഒത്തിരി അടുത്ത കുടുംബം. എന്നാലും എൻ്റെ പ്രിയരെ, ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഇപ്പം നാട്ടിലെ കൂട്ടായ്മയ്ക്ക് പോകാൻ ഇഷ്ടമില്ല പാർഷേ, സങ്കടമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട്. സൗദിയിലാണ്. ഞാൻ ചോദിച്ചാൽ അതന്നെ, യോഗം കഴിയുന്നതിന് മുമ്പ് എല്ലാം ഇറങ്ങി ഓടുക, ഒന്നും മിണ്ടത്ത് പോലുമില്ല. ഗൾഫിലൊക്കെയാണ് ഞങ്ങൾ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സ്നേഹിച്ചേ പോകത്തുള്ളൂ. ഇവരെങ്ങോട്ട് പോകുക? എനിക്കൊരു സംശയം, ഇവരെല്ലാം എങ്ങോട്ട് പോകുക? അങ്ങനെ സ്പീഡിൽ പോകരുത്, നിങ്ങൾ തെന്നി വീഴും.
വളരെ സൂക്ഷിച്ച് ധൃതി വെച്ച് പോകരുത്. പോകുമ്പം 5-6 പേരോട് ചുമ്മാ അങ്ങ് പറയണം, എന്തോ ചെയ്യട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഒന്ന് പറഞ്ഞേര്, സന്തോഷമാണ്. എൻ്റെ സഭയിൽ ഒരു നിയമമുണ്ട്, 7 പേരോട് അനുഗ്രഹിക്കട്ടെ എന്ന് പറയാതെ ഹോള് വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനിങ്ങനെ നോക്കും പറയാത്തവരുണ്ടോയെന്ന്, പിടിച്ചു നിർത്തി. അതിൻ്റെ പേര് പിണങ്ങുകയാണെങ്കിൽ പിണങ്ങട്ടെ, തുമ്മിയാത്തറിക്കുന്ന മൂക്കാണെങ്കിൽ പോകട്ടെ. ഏറ്റവും മിനിമം 7 പേരോടെങ്കിലും ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെന്ന് പറയണം, അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടാൻ ചുമ്മാ കിട്ടുന്ന അനുഗ്രഹം വേണ്ടെന്ന് വെക്കണോ? വേണ്ട. അതിനകത്ത് ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്, ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ദൈവദാസന്മാരെ, പുരോഹിതന്മാരെ അനുഗ്രഹിക്കണം, ദൈവദാസന്മാരെ അനുഗ്രഹിക്കണം. എന്താ കാര്യം എന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ആരനുഗ്രഹിക്കും? എന്നാലും ഒരു സന്തോഷത്തോടെ 3-4 പേരോടെങ്കിലും ഒന്ന് പറഞ്ഞ്, പെടലിയൊക്കെ ഒന്ന് തിരിഞ്ഞ് പറഞ്ഞ്, പുറകിലൊക്കെ ഇരിക്കുന്നവരോട് പെടലിയൊക്കെ തിരിയട്ടെ, നല്ലതാണ്. പെടലിയൊക്കെ തിരിയട്ടെ, തിരിഞ്ഞ് പുറകിലിരിക്കുന്നവരോടൊക്കെ ഒന്ന് പറ. ഒരു ഷോൾഡറിൻ്റെ നെക്കിനൊക്കെ എക്സസൈസ് കിട്ടട്ടെ. പുറകിലൊക്കെ ഇരിക്കുന്നവരോട് പറ, തിരിയുന്നില്ല പലരുടെയും പെടലിയൊന്നും, തിരിഞ്ഞെന്ന് പറ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അങ്ങ് പറയണം. യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു 5-6 പേരോട് ഓടി നടന്നങ്ങ് പറയണം, ഗോഡ് ബ്ലെസ് യു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഗോഡ് ബ്ലെസ് ചെയ്യുന്ന ഒരാൾ വണ്ടി ഓവർടേക്ക് ചെയ്യുക, അവൻ നമ്മളോട് ചൂടായി, സോറി സഹോദരാ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ എന്തെങ്കിലും പറയൂ? ഒന്നും പറയത്തില്ല. അവൻ നമ്മളെ ഒന്നും പറയത്തില്ല. എത്ര ചൂടായി വന്നവനും തണുക്കും. ഏത് വെയിറ്ററുടെ അടുത്ത് കയറിക്കോ, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ സാധനം പെട്ടെന്നൊന്ന് കൊണ്ടുതരാവും, അവൻ 2 മിനിറ്റ് കൊണ്ട് ഓടിത്തരും. അതതിൻ്റെ ഒരു ടെക്നിക്കാണ്. കാരണം നിരീശ്വരവാദിയാണെങ്കിൽ പോലും ഗോഡ് ബ്ലെസ് എന്ന് പറഞ്ഞു, അവൻ്റെ അകത്തൊരു തണുപ്പുണ്ടാകും. അതിനാണ് തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക, 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 അനുഗ്രഹിക്കുക. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. സന്തോഷമാണെങ്കിൽ ഒന്ന് കൈയടിച്ചേ, ദൈവത്തെ സ്തുതിച്ചേ, അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പോകുമ്പോൾ ഒരു ഓടി നടന്ന് പറയണം, ദൈവം എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കുക. ആരെങ്കിലുമൊക്കെ ഫോൺ എടുക്കുമ്പോൾ, ഫോൺ വെച്ചിട്ട് അവസാനിപ്പിക്കുമ്പോൾ എന്തോ പറഞ്ഞ് വെക്കണം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഗോഡ് ബ്ലെസ് യു പറയുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ പ്രൊഫൗണ്ടാണ്. മലയാളത്തിൽ തന്നെ പറയണം, ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ. ഇംഗ്ലീഷ് പറഞ്ഞാൽ അത്രയും ഇൻറ്റിമസി ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയം. ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭയങ്കര അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ ദൈവം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്ത് പറയരുത്? ആരുടെയും എന്ത് പറയരുത്? കുറ്റം പറയും. ഒന്നുകൂടെ പറഞ്ഞ്, ആരുടെയും എന്ത് ചെയ്യാ? പറയരുത്. വീട്ടിലെ കുറ്റം, അപ്പൻ്റെ കുറ്റം, എൻ്റെ അപ്പൻ്റെ കുറ്റം പറഞ്ഞാൽ നിനക്കെന്നാ ചെയ്യണം എന്നും പറയണ്ട. അപ്പൻ്റെ കുറ്റം മറ്റേ പിള്ളേരോട് എന്ത് ചെയ്യരുത്? പറയരുത്. ഇതും വലിയൊരു സംഭവമാണ്. ചിലരുണ്ട്, ഈ ഒരു പിള്ളേരുടെ കുറ്റം മറ്റേ പിള്ളേരോട് പറയും, മറ്റേ പിള്ളേരുടെ കുറ്റം ഈ പിള്ളേരോട് പറയും. ഇത് ചില അപ്പൻ്റെ അമ്മയുടെ വരെ. ഇന്ന് രാവിലെ ഞാൻ ഒരു സഹോദരിയെ കണ്ട, സഹോദരങ്ങളെ തമ്മിൽ മുഴുവൻ തെറ്റിച്ച ഞങ്ങളുടെ അമ്മച്ചിയാണ്. കാരണം ഇവരുടെ കുറ്റം അവരോട് പറയും, അവരുടെ കുറ്റം ഇവരോട് പറയും. അമ്മച്ചി ആരോടെങ്കിലും ഒരാളോട് എപ്പോഴും ഇണക്കമായിരിക്കും. അമ്മച്ചി ഒരാളോട് ഇണങ്ങിയാൽ മറ്റേ ആളോട് എന്തുണ്ടാക്കും? വഴക്കുണ്ടാക്കും. എന്തൊരു സ്വഭാവം! എൻ്റെ പൊന്നപ്പാ, കുറ്റം പറയാതെ ജീവിക്കുക, അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമ്മൾ മരിക്കുമ്പോൾ അവരെഴുന്നേറ്റ് എന്ന് പറയണം, ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, ഞങ്ങളുടെ അപ്പൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, ആരുടെ എന്ത് പറയത്തില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ലെന്നൊരു സാക്ഷ്യം നമ്മളെക്കുറിച്ച് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതിപ്പരം ഭാഗ്യം എന്താ ഉള്ളത്? ഹല്ലേലൂയ. അതിപ്പരം ഭാഗ്യം എന്താ ഉള്ളത്? രണ്ടാമത്തെ ഒരു ക്വാളിറ്റി, എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഓരോ മനുഷ്യൻ വീട്ടിൽ വരുന്ന ഒരു ധർമ്മക്കാരൻ വന്നാൽ 10 രൂപ കൊടുത്തിട്ട് അവനോട് പറയണം, ദൈവം അവൻ്റെ ഉള്ളു തണുക്കും, അവൻ്റെ ഉള്ളു തണുക്കും, അവൻ്റെ കണ്ണ് നിറയും. കൊടുത്തു നോക്കിക്കേ. എൻ്റെ കൂടെ ഞങ്ങളെ റോയിച്ചാണല്ലോ, രായിച്ചാൻ അറിയാം, നല്ലൊരു മനുഷ്യനാണ്. പെട്രോൾ പമ്പിലൊക്കെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ പുള്ളി സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 2000 രൂപ എടുക്കും. ഭയങ്കര സാധന. ഇദ്ദേഹം എന്തോ ചെയ്യുന്നറിയാമോ? 1500 രൂപയുടെ അടിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് 500 രൂപ അവനോട് പറയും, ഇരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് നിന്ന് കരയും, നല്ല ഹൃദയംഗമായിട്ട് പറഞ്ഞ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കേണ്ട. മുമ്പോട്ട് പോകുക. 12-ാം അധ്യായത്തിൽ അവർ മിസ്രൈമിലേക്ക് പോയി. ചെറിയൊരു അബദ്ധം പറ്റി അല്ലേ? മിസ്രൈമിൽ ചെന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം പറ്റിയെന്നറിയാമോ? അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിരൂപിച്ചാൽ അതാണ് പറ്റിയത്. ഫറവോൻ്റെ പ്രഭുക്കന്മാരെല്ലാവരും കൂടെ ഇരിക്കുക. വെനെവർ വി റീഡ് ബൈബിൾ ഇൻ വൺ ഹാൻഡ് ആൻഡ് ന്യൂസ് പേപ്പർ ഇൻ അനദർ ഹാൻഡ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഇന്നത്തെ രാജാക്കന്മാരുടെ പ്രശ്നം അതാ. ഫറവോ രാജാവല്ലേ, രാജാവിൻ്റെ അടുക്കൽ പ്രഭുക്കന്മാരെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രഭുസദസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ മന്ത്രിസഭയാണോ? മന്ത്രിസഭ ഇരുന്നപ്പോൾ ഒരാൾ പറയുന്നു, സുന്ദരിയായ ഒരു സ്ത്രീ നാട്ടിൽ വന്നിട്ടുണ്ട്, അടിയന്തര പ്രമേയമാണ്.
ഉടനെ പറഞ്ഞു, പിരിച്ചുവിട്ടിരിക്കുന്ന മന്ത്രിസഭ കൊണ്ടുവരൂ അവളെ. ഇത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. മന്ത്രിസഭയിലെ ഡിസ്കഷൻ സരിതയും സ്വപ്നയും. മനുഷ്യൻ ഇവിടെ വെള്ളം കുടിക്കാതെ ഇവിടുത്തെ ജലസേചന പദ്ധതിയെ പറ്റിയോ വിധിശക്തിയെ പറ്റിയോ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എല്ലാം കാനഡയ്ക്ക് പോകും, അവരുടെ പ്രതിസന്ധിയോ ഇവിടെ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കേണ്ട പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം ഇവിടെ സരിത സ്വപ്ന കേൾക്കാൻ കുറഞ്ഞിട്ട് എത്ര നാളാണ്? ഇതൊഴിച്ച് വേറെ ഒരു ചർച്ചയില്ലേ? ഇതാണ് പറ്റിയത്. ഇതാണ് ഫറവോൻ്റെ കുടുംബം. ഫറവോൻ പറഞ്ഞു, ആരെവിടെ കൊണ്ടുവരൂ? ആരെ? സാറായെ. പക്ഷേ എന്തോ പറ്റിയെന്നറിയാമോ? സാറ വീട്ടിൽ വന്നപ്പോൾ ഫറവോന് ദണ്ഡനം ഉണ്ടായോ? ഉണ്ടായി. ഫറവോന് ഇത് വലിയൊരു കാര്യമാണ്. അന്യൻ്റെ വല്ലതും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും? എൻ്റെ പൊന്നു പ്രിയരെ, എനിക്ക് പേടിയോടെ ഞാൻ പറയുക, എൻ്റെ അപ്പ വെളിപ്പാട് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വായിക്കാൻ മേടിച്ച പുസ്തകം തിരിച്ചു കൊടുക്കാത്തവർ കൊടുത്തോ, ഇല്ലെങ്കിൽ അടി ഉറപ്പാ. പുസ്തകം കൊടുത്തപ്പം വിടുതലുണ്ടായവരുണ്ട്. കിണ്ടി മൊന്ത വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയതാ, പാത്രം മറന്നുപോയി, അവിടെ ഇരുന്നു, പിന്നെ ഓർത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്, അത് തിരിച്ചു കൊടുത്തപ്പോൾ അനുഗ്രഹം ഉണ്ടായി. വല്ലോൻ്റെയും നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും എന്തോ ഉണ്ടാകത്തില്ല, ദണ്ഡനം ഉണ്ടാവും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവന് ഒരു വല്ലാത്ത അപകടകരമായ നിലയിൽ അവൻ്റെ ബ്ലഡിൻ്റെ ഒരു റിസൾട്ട് വർദ്ധിക്കുകയാണ്. ദാറ്റ് വിൽ ബി ബിറ്റ്, അതൊരു ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമില്ലാത്ത വല്ലതും കയ്യിലുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു, എന്താ അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, വല്ല പെൺകുട്ടികളുമായിട്ട് നീ ഒരു വിവാഹത്തിനാണ്, വേറെ ബന്ധമോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറഞ്ഞുതരും. അങ്ങനെ ഒരു പക്ഷേ അങ്ങനൊന്നും ഇല്ല. ഞാൻ ചുമ്മാ ചോദിച്ചു, വല്ല പെണ്ണുങ്ങളുടെ ഫോണിൽ ഇരിപ്പുണ്ടോ? അതുണ്ട്. സത്യമായിട്ട് ഞാൻ പറഞ്ഞു, അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ബ്ലഡ് കൗണ്ട് നോർമൽ. ഇത് സത്യമാണ്. വല്ലോൻ്റെ നമ്മുടെ ആവശ്യമില്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ഒരു ദണ്ഡനം ഉണ്ടാകും. ആവശ്യമില്ലാത്തത് ഇല്ലെങ്കിൽ തമ്പുരാൻ നമ്മളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ അസ്ഥികൾക്ക് ആരോഗ്യം ഉണ്ടാകും. ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിച്ചേ. ഫറവോന് ദണ്ഡനം ഉണ്ടാകാൻ കാര്യം എന്താ? അനാവശ്യമായ ഒന്ന് അവൻ്റെ. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ആർക്കെങ്കിലും ഇടപാടുകൾ നമുക്ക് തീർക്കാനുണ്ടെങ്കിൽ, ഇപ്പം മനഃപൂർവ്വമായിട്ട് അല്ലാതെ കടം മേടിച്ചിട്ട് തിരികെ കൊടുക്കാൻ വയ്യാഞ്ഞ ഒരു ദൗർബല്യ സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അല്ലാതെ ഒരാളുടെ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരികെ കൊടുത്തോണം. അത് ചിലപ്പോൾ ഒരു ചെറിയ സാധനമായിരിക്കും, ഒരു വായിക്കാൻ മേടിച്ച പുസ്തകമായിരിക്കാം, ഒരു ഭക്ഷണം കൊണ്ടുവന്ന പാത്രമായിരിക്കാം. തിരിച്ചു കൊടുത്താൽ ഒരനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. സ്തുതിക്കാവുന്നവർ സ്തുതിച്ച് ഒരനുഗ്രഹം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പറ്റിയെന്താ? അവിടെ പോയി ഫറവോന്റെ കൊട്ടാരത്തിൽ എന്തുണ്ടായി? ദണ്ഡനം ഉണ്ടായി. തിരിച്ചു കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിച്ച് അവരുമായിട്ട് പറഞ്ഞയക്കുന്നു. 13-ാം അധ്യായം, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണുന്നു. ലോത്തും അബ്രഹാം തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താ? കാര്യം വായിക്കുന്ന കുഞ്ഞെ ആരാണെന്ന് വെച്ചാൽ ഒന്ന് വായിച്ചേ. അബ്രഹാം അതിൻ്റെ 6-ാം വാക്യം. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാ. വാക്യം വളരെ ഗൗരവമായൊരു വാക്യാണ്. എന്താണ്? വായിച്ചു, പെട്ടെന്ന് വായിക്കുക. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? സമ്പത്തുണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ ഒത്തില്ല, ഒന്നിച്ചു പാർപ്പാൻ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, ഒന്നിച്ചു പാർക്കാൻ തടസ്സം എന്തായിരുന്നു? ഉറക്കെ പറയാമോ? ഒരു സത്യമാത്. ഒന്നിച്ചു പറഞ്ഞേ. സമ്പത്തുള്ളത് കൊണ്ട് എന്ത് പാർക്കാൻ ഒത്തില്ല, ഒന്നിച്ചു പാർക്കാൻ. എന്റെ ഒരു സർവേ കോംപ്ലിമെന്റ് ചെയ്യാം, പഠിച്ചുകൊണ്ടിരിക്കുക, മക്കൾക്കൊക്കെ അതിനകത്ത് പങ്കുചേരാം കേട്ടോ. യു ആർ ബിറ്റ് സ്മാർട്ട്. നിങ്ങൾ നല്ല സ്മാർട്ടായിട്ടുള്ള മക്കളൊക്കെ അതൊന്ന് പഠിച്ചിട്ട് എന്നോട് പറയണം. എൻ്റെ ഒരു സർവേ ഞാൻ പോകുന്നിടത്തെല്ലാം തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 7-ാം ക്ലാസ്സിൽ തോറ്റ ചേട്ടൻ കൂലിവേലയൊക്കെ ചെയ്യുകയാണ്, ടാപ്പിങ്ങൊക്കെയാണ്. ചേച്ചി അടുത്ത വീടുകളിലൊക്കെ തൊഴിലുറപ്പിന് പോവുമോ അല്ലെങ്കിൽ പണിക്കൊക്കെ പോകും, കഷ്ടിച്ച് ജീവിച്ചു പോകും. അവർ ഡിവോഴ്സായ ഒരു കഥ എവിടെങ്കിലും ഒന്ന് പറയാമോ? അവർ ഡിവോഴ്സായ ഒരു കഥ നിങ്ങൾക്കറിയാവുന്നത് എന്നോടൊന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചേച്ചിമാർ കറ്റോട്ടോ മീന്തലക്കരയോ തിരുവല്ലായിലോ ചാപ്രായിലോ ഇവിടെ എവിടെങ്കിലും അങ്ങനെ ഒരു കേസ് ഡിവോഴ്സായത് അറിയാമെങ്കിൽ ഒന്ന് കൈ പൊക്കാമോ? എനിക്കൊന്ന് അറിയണം. അതിനോട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ പോകുന്നിടത്തെല്ലാം ചോദിക്കുന്നുണ്ട്, അവരോടൊക്കെ ചോദിക്കുക, അങ്ങനെ ഒരു കേസ് അറിയാമോ? മോക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? എവിടെങ്കിലും കേട്ടോ? ഇല്ല. ഡൈവേഴ്സ് ആയോ? ഇല്ല. എന്നെ ഡൈവേഴ്സ് ആകാമെന്നറിയാം. ഇവർ തമ്മിൽ ഇടയ്ക്ക് പിണങ്ങി അവൾ വീട്ടിൽ പോയപ്പോൾ ഇടയ്ക്ക് അവൾ നാത്തൂനുമായിട്ട് വഴക്കുണ്ടായപ്പോൾ അവൾ പറഞ്ഞു, പോടി നിൻ്റെ പാടിനെ, എൻ്റെ കെട്ടിയവൻ്റെ കഞ്ഞിവെള്ളം ആടി, നിൻ്റെ നീന്തവെള്ളം എനിക്ക് വേണ്ടാടി. എന്നിട്ട് അവനെ ഫോൺ ചെയ്തു, എടാ വന്ന് കൊണ്ടുപോടാ, എടാ നീ വന്ന് എന്നെ കൊണ്ടുവന്നുണ്ടോ? അവൻ പറഞ്ഞു, തന്നെ പോയത് തന്നെ വന്നാൽ മതി, എടാ വാടാ. അവസാനം അവർ തമ്മിലൊരു അഗ്രിമെൻ്റ് എടുത്തു, ഞാൻ താഴെ വന്ന് നിൽക്കാൻ നിൻ്റെ വീട്ടിൽ കയറത്തില്ല. അവൾ താഴെ വന്ന് അവൻ്റെ കൂടി ഇങ്ങനെ പോന്നു. ഇപ്പം 2 പിള്ളേരായി. ഇപ്പോൾ അവൾ പോകത്തില്ല. എന്നാ കാര്യം എന്നറിയാം? പിള്ളേരെ ഓർത്ത്. ഇപ്പോൾ അവൾ പോകുമോ? ഇല്ല. പിള്ളേരെ ഓർത്ത്. ഡിവോഴ്സ് ആയതല്ല ആരാ? പറഞ്ഞു. ഡിവോഴ്സ് ആയതല്ല ആരാ?
സത്യത്തെ സത്യമായിട്ട് കാണാം. ആരാ? 2 പേര് M.Tech, 2 പേര് MS നേഴ്സ്, 2 പേർക്കും ഇഷ്ടം പോലെ ശമ്പളം. ആണോ ഡിവോഴ്സ് ആയത്? ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. ആണ്. എന്താ കാര്യം? 90% പൈസയാണ്. 90% പൈസ. 90% പൈസ പ്രശ്നം. ആണോ അല്ലയോ? എൻ്റെ പൈസ, നിൻ്റെ പൈസ, എൻ്റെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലല്ലോ. ഒരു പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ എന്ന് തീരും. എൻ്റെ സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു താൻ ജീവിതം ചെയ്യുന്ന എല്ലാ ഉപവാസ പ്രാർത്ഥനയും വന്ന് ആലോചന ചോദിക്കും, വഴി തുറക്കുന്നുണ്ടോ? എന്താ കാര്യം? ഒന്നുമില്ല. പൈസ ഉള്ളപ്പോഴല്ലേ പ്രശ്നം ഉണ്ടായി. ഞാൻ സാധാരണ പറയുന്ന ഒരു സംഭവമുണ്ട്, സത്യമാണ്, നടന്നതാണ്. ദേശത്തിൻ്റെ കഥ പറയത്തില്ല. എന്നാലും തണുത്ത രാജ്യത്ത് ഞാൻ പോയി ഒത്തിരി നാക്കുമ്പോൾ ഞങ്ങളുടെ ഓള് പണിയുക. ഈ എളിയവനായ ദാസനെ എൻ്റെ ഒരു കസിനാണ് കൊണ്ടുപോകാൻ കാര്യം ഫണ്ട് പിരിവിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ചർച്ച് പണിയണം, അതിനു വേണ്ടി എന്നെ കൊണ്ടുപോയി. അതെന്തോ സത്യമായ കാര്യമാണ്. അങ്ങനെ ഫണ്ട് പിരിവിന് വേണ്ടി അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് എൻ്റെ കസിൻ പറഞ്ഞു, മോനെ നമുക്കൊരു വീട്ടിൽ പോകണം. എൻ്റെ മൂത്തൊരു അച്ചാച്ചനാ, നമുക്കൊരു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ കൂടെ പറഞ്ഞു, നീക്ക് അവിടെ എന്തെങ്കിലും റോളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഈ തണുത്ത രാജ്യമാണ്, പേര് പറയത്തില്ല, മഞ്ഞ് പെയ്യുന്ന രാജ്യമാണ്. പക്ഷേ അവിടെ ഈ പിള്ളേരെല്ലാം ഇരുന്ന് വിറയ്ക്കുക വെച്ചാൽ അവിടെ ഹീറ്റർ ഇട്ടിട്ടില്ല. എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, ഹീറ്റർ? അപ്പോൾ ഇവർ കണ്ണി നോക്കുക. അപ്പോൾ പിള്ളേരെയും വിറയ്ക്കുക, ഹീറ്ററില്ല. അപ്പോഴാണ് ചോദിച്ചപ്പോൾ ആ പ്രത്യേക സ്ഥലത്ത് ടോപ്പപ്പ് ചെയ്യുക, ഹീറ്റർ ടോപ്പപ്പ് ചെയ്യും, ഗ്യാസ് കൊണ്ട് റീഫില്ല് ചെയ്യുക, നേരത്തെ ടോപ്പപ്പ് ചെയ്യുക. അത് എന്താണ് പറയുന്നത്, പ്രീപെയ്ഡാണ്. ഇത് തീർന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അവൻ്റെ ടേണായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ടേണ, അവൻ ചെയ്യാഞ്ഞുകൊണ്ട് അവളും ചെയ്തില്ല. നീ ചെയ്യാത്ത ഞാനും ചെയ്തില്ല. നീ അന്ന് ചെയ്തു, ഞാൻ ഇന്ന് ചെയ്തു. ഏതാണ്ട് ഇച്ചിരിയേ ഉള്ളൂ. ഒടുവിലുണ്ടല്ലോ ഇവർ കണക്ക് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ്റെ അപ്പൻ അറ്റാക്ക് വന്നപ്പോൾ ഇവൻ പൈസ അയപ്പിച്ചില്ല, അയാൾ മരിച്ചുപോയി. അവൻ്റെ അപ്പൻ അറ്റാക്ക് വന്നപ്പോൾ ഇവൾ പൈസ അയപ്പിച്ചില്ല, അയാളും മരിച്ചുപോയി. 2 പേരും മരിച്ചു. പൈസ കണക്ക് പറയും, കണക്ക്, വൃത്തികെട്ട കണക്ക്. നമുക്ക് ഒന്നുമില്ല, എന്തൊരു സന്തോഷമാണ്, എന്ത് വഴക്കമുണ്ട്. കണക്കങ്ങോട്ട് കയറ്റി കുറേ കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരുമാതിരി ദൈവം തമ്പുരാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുപോയി അച്ചാച്ചൻ എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, ഗുണം പിടിക്കുന്ന കേസല്ല, പക്ഷെ അവളെ ഒന്ന് പൊക്കി കൊടുത്താൽ ഇച്ചിരി പൈസ കിട്ടും. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തില്ലെങ്കിൽ ഉപദേശിമാർക്ക് കൊടുക്കും, നമുക്ക് കിട്ടുന്നതുകൊണ്ട് പോകാം, ഹോള് പണിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാ കോൺക്രീറ്റ് അടന്നു പോകും മക്കളെ, അതൊന്നും നിൽക്കത്തില്ല അവിടെ. അതുകൊണ്ടായിരിക്കാം ചിലയിടത്തെയൊക്കെ കോൺക്രീറ്റ് കമ്പി കാണുന്നത്. ഇവിടെ ഏതായാലും ഇല്ല, നമുക്കിവിടെ പൈസ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ പോകാതെ. ചില സമയത്ത് ഞാൻ പാവമാണെങ്കിലും ചില സമയത്ത് എനിക്ക് അന്നേരം ഒരു വൈരാഗ്യം തോന്നി. അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ചെരുപ്പിൻ്റെ പൊടി തട്ടിയിട്ടിട്ട് ഞാനിങ്ങ് പോന്നു. എനിക്കതുപോലെ സങ്കടം വന്നു. പിള്ളേർ ഇന്ന് വിറയ്ക്കുക, എന്തോ ഇത് പൈസ. ഞാൻ പോരുന്നതിന് മുമ്പ് ഏതായാലും ഒരു സംഭവം കേട്ടു. രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയപ്പോൾ അവിടെ നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഭാര്യ പിള്ളേരും ഭർത്താക്കന്മാർ 911 വിളിക്കും. ആരെയാ? അറിയാം, എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം അല്ലേ. IELTS പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. 911 വിളിച്ചാൽ മതി, ആര് വരും? രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയപ്പം 911 വിളിച്ചു, പോലീസ് വന്നു. പിള്ളേരെ അവനെ ഡീപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനി ഈ സോഷ്യൽ വർക്കേഴ്സിന് വളർത്താൻ കൊടുത്തു. ഇന്ന് അവരങ്ങനെ വളരുക. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല അവിടെ പൈസയ്ക്ക് എന്താ പ്രയോജനം. സമ്പത്തുള്ളത് കൊണ്ടാണ് ഒന്നിച്ചു പോകാൻ ഒക്കാത്തത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഒരിക്കലും ഞങ്ങളുടെ സമ്പത്ത് വഴക്കിന് കാരണമാകരുത്. സമ്പത്ത് തന്ന ദൈവത്തെ സമ്പത്ത് കൊണ്ടൊരു അനുഗ്രഹമായി മാറുവാൻ ഒരു കാരണവശാലും വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. എന്തിൻ്റെ പേരിൽ? സമ്പത്തിൻ്റെ പേരിൽ. എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ അതിൻ്റെ തിക്തത നമ്മൾ അനുഭവിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനൊരു സ്ഥലത്തൂടെ പോവുകയാണ്. പ്രിൻസിപ്പിൾസാണ് ഞാൻ മനസ്സിലാക്കിയ പ്രിൻസിപ്പിൾസ്. ഞാനൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, മോനെ നല്ല സുന്ദരൻ, തുടിക്കുന്ന ഒരു ജീവനുള്ള ഒരു പയ്യൻ്റെ ഫോട്ടോ ഇരിക്കുന്നു. മേളിൽ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാർ ആദരാഞ്ജലികൾ അമ്മ. ഞാൻ അടുത്ത ഒരാളോട് ചോദിച്ചു, ഇത് ആരാ ഇത്? നല്ല ചെറുപ്പക്കാരൻ, ഒരു ക്രിസ്ത്യൻ പേരാ. അപ്പം പറഞ്ഞു, ഇന്നടുത്താണ്, ഇവിടാണ്. ഞാൻ അവിടെ പോയി, എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കുഞ്ഞ് മരിച്ചതല്ലേ, അവിടെ ചെന്നു സംസാരിച്ചു. ഒരു കൊച്ചു ചെറുക്കം പച്ച കഥക്കനെ നിപ്പി അടിച്ചു പോയതാണ്. 30-33 വയസ്സുള്ളൂ. ഞാൻ തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് എനിക്കറിയാവുന്ന ഒരാളെ കണ്ടപ്പോൾ വണ്ടി ചവിട്ടി. എന്നോട് എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന വീട്ടിൽ. ഞാൻ വെറുതെ പോയപ്പോൾ അവിടെ മരണ വീടാന്ന് കണ്ടുകൊണ്ട് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയത്, എനിക്കറിയത്തില്ല. ഉടനെ ആ മനുഷ്യൻ ഒരു ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു, പോയ നന്നായി ദൈവദാസനെ, കർത്താവ് അവനെ അങ്ങ് എടുത്തതാ, ഭാഗ്യവാൻ, അവനങ്ങ് പോട്ടെ. ഞാൻ ചോദിച്ചു, അതെന്നാ? കല്യാണം കഴിച്ച അന്ന് മുതൽ ഇവൻ്റെ ഭാര്യയും അമ്മച്ചിയും കൂടെ വഴക്കാം. എന്നിട്ട് ഇവനെന്തോ ചെയ്തു, തൊട്ടടുത്ത വീട്ടിൽ മാറി താമസിച്ചു.
ഇവൻ അമ്മച്ചിയെ കളയാനൊക്കെ ഒറ്റ മോനേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ ഇവൻ പോയിട്ട് അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കാപ്പ് കുടിക്കും. അമ്മച്ചിയെ പണക്കാനൊക്കെ ഇല്ല. വൈകിട്ട് വന്നിട്ട് അമ്മച്ചിയെ പോയി കാണും. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചിവിടെ വരും. ക്രിസ്മസ് ആയപ്പോൾ ഈ അമ്മച്ചി അവനോട് പറഞ്ഞു, ക്രിസ്മസ് ആണ് അടുത്ത ദിവസം, നീയും പിള്ളേരും ഇവിടെ വന്ന് കഴിച്ചോണം. ആരാ അങ്ങനെ പറയാമോ? അവിടെ വന്ന് അവൻ പേടിച്ച് പറഞ്ഞു, അമ്മ പറഞ്ഞു. പേടിച്ചല്ലേ? നീയും പിള്ളേരും കൂടെ. അവൾ പറഞ്ഞു, ഞാൻ വന്നപ്പം പിള്ളേരില്ലല്ലോ, ഞാൻ വന്നിട്ടല്ലേ പിള്ളേരുണ്ടായേ, ഞാനുണ്ടായിരുന്നുണ്ടല്ലേ പിള്ളേരുണ്ടായേ. അപ്പം നിങ്ങൾ പോമോ? ഇപ്പം എനിക്കറിയണം, നിങ്ങൾ പോമോ? എവിടെ? ഞാനില്ലാതെ പോമോന്ന്. പോയില്ലേ ആര് പണങ്ങും? പോയ ആര് പണങ്ങും? ഒന്നും ഉണ്ടായില്ല. ക്രിസ്മസിന് അന്ന് ബോഡി വീട്ടിയിരിപ്പുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് ബോഡി വീട്ടിയിരിപ്പുണ്ട്. ഇതുകൊണ്ടാണ് വഴക്കുണ്ടാക്കരുത്. തമ്പുരാൻ തന്ന സകലതിനും സ്തോത്രം ചെയ്യണം. സമ്പത്തൊന്നും വഴക്കിന് കാരണമാകരുത്. കരങ്ങളെല്ലാം ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച പ്രിയരെ, ഒന്നിച്ച് പാർപ്പാൻ പലപ്പോഴും ക്രൈസ്തവ വീടുകൾക്ക് കഴിയാതെ പോകുന്നത് സമ്പത്താണെങ്കിൽ തമ്പുരാൻ ഈ സമ്പത്ത് തിരിച്ചെടുക്കത്തില്ലേ? സ്വോത്രം. ഒന്നുമില്ലാത്തപ്പോൾ നമ്മുടെ സഭകളിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. സമ്പത്ത് വന്നപ്പോഴുള്ള സകല പ്രശ്നങ്ങളും മനുഷ്യന്റെ അഹന്തയാ. ദൈവമേ, ഞങ്ങൾക്ക് തന്ന സകല നന്മകളും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, അതെല്ലാം വാരി തമ്പുരാന്റെ പാദപ്പെടുത്തി ഇട്ടിട്ട് ദൈവമേ നന്ദി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തിക്കേ. ഇരുകരങ്ങളും പുസ്തകങ്ങളെ ഒന്ന് മടിയിലൊക്കെ വെച്ചിട്ട് ഇരുകരങ്ങളും ദൈവസന്നിധി ഉയർത്തി ശക്തിയോടെ ദൈവം തന്ന സകല അനുഗ്രഹങ്ങളും ചേർത്തടിച്ച്, കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടടിച്ച് സ്തുതിച്ച്. അടകന റിഗജം രഗജം രാജം രൈഡം രേഖം ദിഗനം രഗജം. ആരോടും പണങ്ങരുത്, ആരോടും വഴക്കുണ്ടാക്കരുത്. ഹല്ലേലൂയ. സമ്പത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നിച്ചു പോകാൻ ഒത്തില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ലോകത്തിനോട് അബ്രഹാം പറയും, നീ ഇടത്തോട്ടെങ്കിൽ ഞാന് വലത്തോട്ട്. വഴക്കിന് പോയോ? ഇല്ല. അതുകൊണ്ട് എന്തോ ഉണ്ടായി? ഇന്നും പറയുന്നു അബ്രഹാമിന്റെ ദൈവ. 15-ാം അധ്യായം 14-ാം അധ്യായത്തിൽ അബ്രഹാം, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. അബ്രഹാം ഈ രാജാക്കന്മാര് ലോത്തിനെ കൊണ്ടുപോയി. അബ്രഹാം പുറകെ ചെന്ന് രക്ഷിച്ചുകൊണ്ട് വന്നപ്പം ആരെതിരേറ്റ് വന്നു? മൽക്കീസദേക്ക് എതിരേറ്റ് വന്നു, അല്ലേ? മൽക്കീസദേക്ക് എതിരേറ്റ് വന്നു. മൽക്കീസദേക്ക് അതിന്റെ 20-ാമത്തെ വാക്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അതിന് അബ്രഹാം എന്ത് ചെയ്തു? സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം. എല്ലാവരും പറഞ്ഞേ, സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം. 24:1 മോളെ പെട്ടെന്ന് വായിച്ചേ. 24:1. അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. അപ്പൊ 24:1 സകലത്തിലും എന്ത് ചെയ്തു? അടുത്ത പ്രിൻസിപ്പൽ, കർത്താവിന് കൊടുത്താൽ സകലത്തിലും അനുഗ്രഹിക്കപ്പെടും. കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ, അനുഭവമുള്ളവർ, അത് സത്യമാണെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ദൈവം അബ്രഹാമിനെ എന്ത് ചെയ്തു? സകലത്തിലും അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കയ്യിൽ കൊച്ചിലെ ഗിഫ്റ്റ് കിട്ടുമായിരുന്നു. വല്ലവരും ഒക്കെ ചെറിയ പൈസ തരും. അന്ന് ഞാൻ 50% 60% കൊടുക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് രൂപ എൻ്റെ പൊന്നു മക്കളെ കൈ കൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. ആ ദൈവത്തിന് സകലതും അനുഗ്രഹിക്കണമെങ്കിൽ സകലത്തിലും ദൈവത്തിന് കൊടുത്തു പഠിക്കണം. നമ്മൾ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാനൊരു പറഞ്ഞ് അവസാനിപ്പിക്കുക. എൻ്റെ ഒരു സുഹൃത്തിന്, കെനിയനാണ്, അദ്ദേഹത്തിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അദ്ദേഹം ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ട്രാൻസ്ലേഷൻ ഇടയ്ക്ക് ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനത് പ്രപോർഷനിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. എഴുതുന്ന ചേച്ചിമാരെല്ലാം എഴുതിക്കോ. ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ ഓഫറിങ്. എഴുതണ മക്കളെ. ഇഫ് യു ആർ സഫറിങ്, അതങ്ങ് എഴുത്. മൊബൈലിലോ എവിടെങ്കിലും ഒക്കെ എഴുത്. ഇഫ് യു ആർ സഫറിങ്. ചെല്ല് പറഞ്ഞു ഭയങ്കര സഫറിങ്ങാ. ഇഫ് യു ആർ സഫറിങ്, ഉറക്കെ പറഞ്ഞ് ഇഫ് യു ആർ സഫറിങ്. എൻ്റെ സമയം എനിക്കിത് പറയാൻ ഒക്കത്തില്ല. എന്നാ കാര്യം ചോദിച്ചാൽ നമ്മൾ ദ്രവ്യാഗ്രഹിയായെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഇവിടെ എനിക്ക് പറഞ്ഞു എനിക്ക് നേതം. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മറ്റോടത്ത് പറയുന്നത്. ഇഫ് യു ആർ സഫറിങ്, ചെക്ക് യുവർ. പറ, ഒന്നിനെ പറ. എന്തോന്നാ? ചെക്ക് യുവർ
ഓഫറിങ്. ഒരു ഓടി കാറെ വന്നിട്ട് ഒരു പയ്യൻ എന്നും 10 രൂപ ഇടുമ്പോൾ അടുത്തിരുന്ന കൂട്ടുകാർ പറഞ്ഞു, മോനെ ഓടിക്ക് നാണക്കേടാ. അല്ലെ, ഓടിക്ക് നാണക്കേടല്ലേ? നമ്മുടെ ഈ ഓട്ടോറിക്ഷ നടന്നു വരുന്നവൻ 50 രൂപ ഇടുമ്പോൾ. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. രണ്ടാമത്തെ കാര്യം, ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ചില പറയുന്നത് ഭയങ്കര ടൈറ്റാ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. എഴുതിയിട്, ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ, ആ മൈക്കിൽ കൂടെ പറയുന്ന മോളൊന്നും ഉറക്കെ പറഞ്ഞേ, ആരാന്ന് എനിക്ക് കാണത്തില്ല. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഒന്നുകൂടെ പറഞ്ഞേ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഒന്നുകൂടെ പറഞ്ഞ മക്കളെ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. മോള് ഉറക്കെ മറക്കരുതേ, വലുതാവുമ്പോൾ വലിയ മിടുക്കിയൊക്കെ ആകുമ്പോൾ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. അടുത്തൊരു കാര്യം, വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ്. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റൈസിങ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ സാധാരണ ഇച്ചിരി കാശൊക്കെ വന്നാൽ ഉടനെ എന്തോ മാറ്റും. നമ്മൾ വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തു, പഴയ വണ്ടിയൊക്കെ ഒന്ന് മിനുക്കി. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റേസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ഒത്തിരി ഉയർച്ച വന്നിട്ടും ജീവിത രീതികളിൽ മാറ്റം വരുത്താതെ കൊടുക്കുന്നത് 10 മടങ്ങ് കൂട്ടിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. When God lift you up, instead of raising your standard of living, raise your standard of giving. കൊടുക്കുന്നതിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയാൽ തമ്പുരാന്റെ അനുഗ്രഹം 10 മടങ്ങ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സത്യമാക്കളെ, സത്യ കൊടുത്തു നോക്കിക്കേ. ദൈവം തമ്പുരാന്റെ കൃപ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് സ്തുതിച്ചേ. അബ്രഹാം സകലത്തിലും എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ദൈവം സകലത്തിലും അബ്രഹാമിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 15-ാം അധ്യായത്തിൽ അബ്രഹാം, അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, മുമ്പോട്ട് പോകാൻ നമുക്ക് സമയമില്ല. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അബ്രഹാം യാഗം അർപ്പിക്കുകയാണ്. എല്ലാത്തിനെയും പിളർന്നു വെച്ചു, ഒന്നിനെ മാത്രം എന്ത് ചെയ്തില്ല? പിളർന്നില്ല. പക്ഷേ അവിടെ ഒരു കാര്യം കണ്ടു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന്റെ മേൽ ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അല്ലേ? നമ്മളത് കാണുകയാണ്. അതിനു മുമ്പ് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 11-ാം വാക്യം, ഉടലുകളിൽ മേൽ പക്ഷികളെ അവൻ എന്ത് ചെയ്തില്ല? പിളർന്നില്ല. ഉടലുകളിൽ മേൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അവിടുന്ന് എനിക്കൊരു ദൂതുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്രഹാം ഉടലുകളിൽ മേൽ എന്താ പക്ഷി ഇറങ്ങി. അബ്രഹാം അതിനെ എന്ത് ചെയ്തു? ആട്ടിക്കളഞ്ഞു. യാഗം ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയുടെ മേൽ എന്തോ ഇറങ്ങി? റാഞ്ചം പക്ഷി ഇറങ്ങി. ഇത് പലപ്പോഴും സംഭവിക്കും. നല്ല പോലെ കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോണ്ടി വിളിക്കുന്നവരുണ്ട്. അവർ നമ്മുടെ എന്തോ റാഞ്ചുക, റാഞ്ചുക. നല്ല പോലെ തുള്ളിച്ചാടി ആരാധിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ഒരു കളിയാക്ക്. അച്ഛനെ ഒന്നും പറയരുത്, മനസ്സിൽ പറഞ്ഞേക്കണം, എൻ്റെ ആരാധന റാഞ്ചാൻ നോക്കണ്ട. ആരാധന റാഞ്ച. പിള്ളേരെ കളിയാക്കിയാലും അച്ഛൻ കളിയാക്കിയാലും അടുത്തവരൊന്ന് നോക്കിയാലും ആരാധന റാഞ്ചാൻ അനുവദിച്ചേക്കരുത്. ആരാധന റാഞ്ചിയതാണ് നമ്മുടെ പല അപകടങ്ങൾക്കും കാരണം. നാം ദൈവത്തെ ആരാധിച്ചത് ആത്മാവിൽ ആരാധിച്ചവരാ. കരമടിച്ച് സ്തുതിച്ച് ഇടം മറന്ന് ആരാധിച്ചു, പരിസരം മറന്ന് ആരാധിച്ചു, വിട്ടുകൊടുത്ത് ആരാധിച്ചു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് പണം വർദ്ധിച്ചു, നമുക്ക് സമ്പത്ത് വർദ്ധിച്ചു, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ പലപ്പോഴും എന്തോ റാഞ്ചിപ്പോയി. ആരാധന റാഞ്ചി, അല്ലേ? ആരാധന റാഞ്ചി. എൻ്റെ സഭയില്, എളിയവന്റെ സഭയില്, ഞങ്ങളുടെ സഭയില്, എല്ലാ സഭകളിലും ഉള്ളതുപോലെ രാവിലെ തുടങ്ങിയ സഭാരാധന വൈകുന്നേരമായിട്ടും തീരാത്ത അനുഭവങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. 1 മണി ആകുമ്പോൾ സഭായുഗം ചിലപ്പോഴൊക്കെ അവിചാരിതമായി നമുക്കതിനെ വലിച്ചു കിട്ടാൻ ഒക്കത്തില്ല പ്രിയരെ. നമ്മൾ മനുഷ്യരല്ലേ, ഒക്കത്തില്ല, നീണ്ടു പോകും. ചിലപ്പോൾ അന്നേരം ഒരു അച്ഛൻ എന്നോട് ഉടക്കി, അങ്ങനെ അല്ല മോനെ, 1 മണിക്ക് സഭായം നിർത്തണം, അതിൻ്റെ അടുത്ത ആഴ്ച പിടിച്ചു നിർത്താൻ വയ്യ. ഞാൻ പറഞ്ഞു 1 മണിക്ക് സഭായം നിർത്തണം, പക്ഷേ ഇപ്പോൾ ഒരു പാട്ട് പാടുകയാണ്, എമർജൻസി പോകേണ്ട ഒരു അത്യാവശ്യമുള്ളൊരു പൊക്കോ, അല്പനേരം കൂടെ നമുക്കൊന്ന് ആരാധിക്കാം. അച്ഛൻ എന്നോടൊന്ന് പറഞ്ഞു, മോനെ മണ്ടൻ, കൊച്ചിയിറക്കൻ, വിവരമില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയച്ചാ? മോനെ 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടണ്ടേ? ഞാൻ പറഞ്ഞു 1 മണിക്ക് പോകണം. അടുത്ത ആഴ്ച എനിക്കങ്ങ് സങ്കടം വന്നു, ഞാൻ അവിവേകമായി പോയെന്ന് തോന്നുന്നു. 1 മണിക്ക് പോവുകയും ആശീർവാദം കിട്ടേണ്ടവർ നമ്പർ തരൂ, SMS ആയി ആശീർവാദം അയച്ചു തന്നേക്കാം. അല്ലാതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഈ പണ്ടൊരു ഗൾഫുകാരൻ ഒരു അച്ചായൻ വരുമായിരുന്നു നാട്ടിലെ. അച്ചായൻ വരുമ്പോഴെല്ലാം അയൽവക്കത്തെ ഒരു പാവം പിടിച്ചൊരു 1000 രൂപ കൊടുക്കും. 1000 രൂപ കൊടുക്കും. ഒരു പ്രാവശ്യം വന്നപ്പം കൊടുത്തില്ല. പോകാൻ നേരത്ത് ഈ പാവം വന്ന് തലയൊക്കെ ചോദിച്ചു, അച്ഛാ എൻ്റെ 1000 രൂപ. ഈ ഗൾഫുകാരൻ പറഞ്ഞ് വീട് പണി തുടങ്ങി, അതുകൊണ്ട് ടൈറ്റായിപ്പോയി. അപ്പോൾ ഈള് ചോദിച്ചു, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് വീട് പണിയാൻ.
വേറെ ഒന്നും നിനക്കില്ലായിരുന്നോ? എൻ്റെ ഐഡിയ എടുത്തിട്ട് വേണോ നിനക്ക് വീട് പറയും? തമ്പുരാൻ ഒരു ദിവസം ഇതുപോലെ ചോദിക്കൂ, എൻ്റെ അരമണിക്കൂർ കുറച്ചിട്ട് വേണോ നിനക്ക് സിനിമയ്ക്ക് പോകാൻ, നിനക്ക് കറങ്ങാൻ പോകാൻ? ദൈവം ആരാധന റാഞ്ചൻ ഇറങ്ങാൻ അനുവദിക്കരുത്. ആരാധന എല്ലാവരും അതിശക്തിയോടെ വിട്ടുകൊടുത്തൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട്. കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. ആ കാരണമുള്ളവരെല്ലാം അല്പസമയം കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധന റാഞ്ചരുത്. എത്ര ഉയർന്നാലും, എത്ര വലുതായാലും, എത്ര പണം വന്നാലും, മക്കൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും, വീട് എത്ര വലുതായാലോ എന്ന് അങ്ങനെ ആരാധിച്ചിരുന്നോ അതിന്റെ 10 മടങ്ങ് ആരാധിച്ചോണം. ആരാധനമേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങിയപ്പോൾ അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു എന്ന് കാണുകയാണ്. ഹല്ലേലൂയ കരങ്ങൾ അടിച്ച് സ്തുതിച്ച് അതിശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ.